നമ്മൾ ഇനി പറയാൻ പോകുന്നത് പോയിന്റേഴ്സ് ആൻഡ് റീകേഴ്സീവ് ടൈപ്പാണ്. മൊഡ്യൂളിലുള്ള ഏറ്റവും ലാസ്റ്റ് ടോപ്പിക്കിൽ വരുന്നതാണ് പോയിന്റേഴ്സ് ആൻഡ് റീകേഴ്സീവ് ടൈപ്സും ഗാർബേജ് കളക്ഷൻ. ഇതോടുകൂടെ ഈ മോഡ്യൂൾ കഴിഞ്ഞു. നമ്മൾ പോയിന്റർ എന്താന്ന് പഠിച്ചതാണ്. ഓക്കെ, ഇനി അതെങ്ങനെയൊക്കെ യൂസ് ചെയ്യുന്നു, എന്താണ് റീകേഴ്സീവ് ടൈപ്പ്, അതെങ്ങനെയൊക്കെ വരുന്നു എന്ന കാര്യമാണ് നമ്മളിവിടെ പഠിക്കുന്നത്. ഓക്കെ, a recursive type is one whose object may contain one or more reference to other object of the type. അതാണ് റീകേഴ്സീവ് ടൈപ്പ്. അതായത് റീകേഴ്സീവ് ടൈപ്പ് എന്ന് പറയുന്നത് അതിൻ്റെ ഒബ്ജക്റ്റ് ഒന്ന് കൂടുതൽ റെഫറൻസുകൾ ഉണ്ടെങ്കിൽ ആ ഒബ്ജക്റ്റിനെയാണ് റീകേഴ്സീവ് ടൈപ്പ് എന്ന് പറയുന്നത്. ഒരു ഒബ്ജക്റ്റിന് ഒന്ന് കൂടുതൽ റെഫറൻസുകൾ ഉണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ എന്താണ് വൺ ഓർ മോർ റെഫറൻസ് ടു അതർ ഒബ്ജക്റ്റ് ഓഫ് ദ ടൈപ്പ്, അങ്ങനെയുള്ള ഒബ്ജക്റ്റുകളെയാണ് നമ്മൾ റീകേഴ്സീവ് ടൈപ്പ് എന്ന് പറയുന്നത്. എക്സാമ്പിൾ ആയിട്ട് ലിസ്റ്റ്, റെക്കോർഡ്, ട്രീ ഒക്കെ എക്സാമ്പിൾ ആണ്. ഓക്കെ, ട്രീക്ക് ലെഫ്റ്റ് ചൈൽഡും റൈറ്റ് ചൈൽഡും ഒക്കെ ഇല്ലേ. ഓക്കെ, recursive type are used to build a wide variety of linked data structure including list and trees. ഓക്കെ, അത് നമ്മൾ പറഞ്ഞതാണ്. എക്സാമ്പിൾ ആയിട്ട് ലിസ്റ്റും ട്രീയും റെക്കോർഡ്സും ഒക്കെ റീകേഴ്സീവ് ടൈപ്സിന് എക്സാമ്പിൾ ആണ്. പോയിന്റേഴ്സ് എന്ന് പറയുന്ന കൺസെപ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തത് PL/L എന്ന് പറയുന്ന ലാംഗ്വേജസിലാണ്. ഓക്കെ, നമുക്കറിയാം പോയിന്റേഴ്സ് എന്താണെന്നുള്ള കാര്യം അറിയാം. പോയിന്റർ is a variable that hold the address of another variable. അതായത് ഒരു വേരിയബിളിന്റെ അഡ്രസ്സ് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്, പോയിന്റർ യൂസ് ചെയ്യുന്നത് നമുക്കറിയാം. പക്ഷേ ചില ലാംഗ്വേജസിൽ റെസ്ട്രിക്റ്റഡ് ആണ്. അതായത് പോയിന്റേഴ്സ് നമ്മൾ ഹീപ്പിൽ സ്റ്റോർ ചെയ്യുന്ന ഒബ്ജക്റ്റുകൾക്ക് മാത്രമേ യൂസ് ചെയ്യാൻ പറ്റൂ. നമ്മൾ സ്റ്റോറേജ് മീഡിയം പഠിച്ചിട്ടുണ്ട്. അതായത് സ്റ്റാറ്റിക് ആയിട്ട് സ്റ്റോറേജ് ചെയ്യാം, സ്റ്റാക്കിൽ അലോക്കേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഹീപ്പിൽ അലോക്കേറ്റ് ചെയ്യാം. ചില ലാംഗ്വേജസിൽ ഹീപ്പിൽ അലോക്കേറ്റ് ചെയ്യുന്ന ഒബ്ജക്റ്റുകൾക്ക് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് പോയിന്റേഴ്സ് യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, പക്ഷെ എന്താണ് പാസ്കൽ, അഡ, മോഡുല എന്ന് പറയുന്ന ലാംഗ്വേജസിലൊക്കെ നമുക്ക് എന്താണ് റെസ്ട്രിക്റ്റഡ് ആണ് പോയിന്റേഴ്സ് യൂസ് ചെയ്യുന്നത്. ഹീപ്പ് സ്റ്റോറേജ് ഒബ്ജക്റ്റിന് മാത്രമേ നമുക്ക് പോയിന്റേഴ്സ് യൂസ് ചെയ്യാൻ പറ്റും. പക്ഷെ നമ്മൾ യൂസ് ചെയ്യുന്ന CPP ഒക്കെ എന്ത് യൂസ് ചെയ്യാൻ പറ്റും, അങ്ങനെ റെസ്ട്രിക്ഷൻ ഒന്നുമില്ല, എല്ലാത്തിനും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. നോൺ ഹീപ്പ് ഒബ്ജക്റ്റിനും നോൺ ഹീപ്പിൽ സ്റ്റോർ ചെയ്യുന്ന അതായത് ഒബ്ജക്റ്റിനും സ്റ്റാക്കിൽ സ്റ്റോർ ചെയ്യുന്ന ഒബ്ജക്റ്റിനും ഒക്കെ നമുക്ക് എന്ത് യൂസ് ചെയ്യാൻ പറ്റും, പോയിന്റേഴ്സ് യൂസ് ചെയ്യാൻ പറ്റും. അങ്ങനെയുള്ള ലാംഗ്വേജസിന് എക്സാമ്പിൾ ആണ് PL/I, അൽഗോൾ, 68, CPP എന്നൊക്കെ പറയുന്നത്. ഓക്കെ, അവിടെ നമ്മൾ അഡ്രസ് ഓഫ് ഓപ്പറേറ്റർ ഒക്കെ യൂസ് ചെയ്യുന്നുണ്ട്. അതൊക്കെ നിങ്ങൾക്കറിയാം പോയിന്റേഴ്സിന്റെ കേസ്. അപ്പോൾ പോയിന്ററിന്റെ ഡെഫിനേഷൻ അറിയാം. റീകേഴ്സീവ് ടൈപ്പ് എന്ന് പറയുന്നത്, റീകേഴ്സീവ് ടൈപ്പും എന്താണ് നമ്മൾ ഈ പോയിന്റർ ഉള്ള കൺസെപ്റ്റിലേക്ക് തന്നെയാണ് വരുന്നത്. റീകേഴ്സീവ് ടൈപ്പ് ഈസ് വൺ ഹൂസ് ഒബ്ജക്ട് മേ കണ്ടെയ്ൻ വൺ ഓർ മോർ റെഫറൻസ് ടു അതർ ഒബ്ജക്ട് ഓഫ് ദ ടൈപ്പ്. അതായത് ഒന്ന് കൂടുതൽ റെഫറൻസുകൾ ഉണ്ടാവും, റീകേഴ്സീവ് ടൈപ്പ് ആണ്. ഇനി പോയിന്റേഴ്സിന്റെ രണ്ട് പേർപ്പസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ efficient access to elaborated object. Second one, dynamic creation of linked data structure in conjunction with the heap storage manager. പോയിന്റേഴ്സിന്റെ ഒന്നാമത്തെ അഡ്വാൻറ്റേജ് അല്ലെങ്കിൽ അതിന്റെ യൂസേജ് എന്ന് പറയുന്നത് നമുക്ക് എഫിഷ്യന്റ് ആക്സസ് ടു ഇലാബറേറ്റഡ് ഒബ്ജക്റ്റ്. അങ്ങനെ പറഞ്ഞാൽ എന്താണ് ഇലാബറേറ്റഡ് ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് ഡൈനാമിക്കൽ ഒബ്ജക്റ്റ് ആണ്. അതായത് റൺ ടൈമിൽ ക്രിയേറ്റ് ചെയ്യുന്ന ഒബ്ജക്റ്റ്. നമ്മൾ പോയിന്റേഴ്സ് കൂടുതലും യൂസ് ചെയ്യുന്നത് റൺ ടൈമിന്റെ കേസിലൊക്കെയാണ് യൂസ് ചെയ്യുന്നത്. അത് നിങ്ങൾക്കറിയാം. നമ്മളിപ്പോൾ പോയിന്റർ യൂസ് ചെയ്യുവാണെങ്കിൽ നമ്മൾ മെമ്മറി അലോക്കേഷനൊക്കെ നമുക്ക് ML ഒക്കെ യൂസ് ചെയ്തിട്ട് റൺ ടൈമിൽ മെമ്മറി അലോക്കേറ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് മെമ്മറീൻ്റെ വേസ്റ്റേജ് ഒക്കെ കുറക്കാൻ പറ്റും. ഓക്കെ, അതുപോലെ എന്താണ് റൺ ടൈമിൽ ഒബ്ജക്റ്റുകൾ ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഇലാബറേറ്റഡ് ഒബ്ജക്റ്റ് എന്നാണ് അതിനെ പറയുക, അല്ലെങ്കിൽ റൺ ടൈം ഒബ്ജക്റ്റ്, അങ്ങനെയുള്ള ഒബ്ജക്റ്റുകളൊക്കെ എഫിഷ്യൻ്റ് ആയിട്ട് നമുക്ക് പോയിന്റേഴ്സ് വെച്ചിട്ട് ആക്സസ് ചെയ്യാൻ പറ്റും. അതുപോലെ ക്രിയേഷൻ ഓഫ് ലിങ്ക്ഡ് ഡാറ്റ സ്ട്രക്ചർ, നമ്മൾ ഡൈനാമിക്കലി ക്രിയേറ്റ് ചെയ്യുന്ന ഡാറ്റ സ്ട്രക്ചേഴ്സ് ഉണ്ടാവുമല്ലോ, ഡൈനാമിക്കലി അതായത് റൺ ടൈമിൽ ക്രിയേറ്റ് ചെയ്യുന്ന ഡാറ്റ സ്ട്രക്ചറിന്റെ കേസസിലൊക്കെ പോയിന്റേഴ്സ് ഹെൽപ്ഫുൾ ആണ്. കാരണം നമ്മൾ എന്താണ് ലിങ്ക്ഡ് ലിസ്റ്റ് ഒക്കെ ക്രിയേറ്റ് ചെയ്യുന്നത് പോയിന്റേഴ്സ് വെച്ചിട്ടാണ്. ഓക്കെ, അതൊക്കെ എന്താണ് റൺ ടൈമിൽ ഇപ്പൊ ലിങ്ക്ഡ് ലിസ്റ്റിന്റെ സൈസ് എന്നൊക്കെ പറയുന്നത് ഓൾറെഡി നമ്മൾ കമ്പൈൽ ടൈമിൽ തന്നെ പറയുന്നുണ്ടോ സൈസ്? ഇല്ല. കാരണം എന്താണ്, അങ്ങനെയാണെങ്കിൽ പിന്നെ അറിയും ലിങ്ക്ഡ് ലിസ്റ്റും തമ്മിൽ വലിയ ഡിഫറൻസ് വരില്ലല്ലോ. ലിങ്ക്ഡ് ലിസ്റ്റ് എന്താണ് നമ്മൾ റൺ ടൈമിലാണ് എത്ര ഒബ്ജക്റ്റുകൾ വരുന്നുണ്ടോ അതിലേക്ക് സ്റ്റോറേജ്, അതിനനുസരിച്ച് മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ
മെമ്മറി അലോക്കേറ്റ് ചെയ്ത് കൊടുക്കുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ ലിങ്ക്ഡ് ഡാറ്റ സ്ട്രക്ചറിന്റെ ക്രിയേഷൻ ഡൈനാമിക് ടൈമിലൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പോയിന്റേഴ്സ് യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, പിന്നെ സെവറൽ ലാംഗ്വേജസ് റെസ്ട്രിക്ട് പോയിന്റേഴ്സ് ടു ആക്സസിങ് തിങ്സ് ഇൻ ഹീപ്പ്, അത് നമ്മൾ ഓൾറെഡി പറഞ്ഞു. പോയിന്റേഴ്സ് യൂസ് ചെയ്യുന്നത് വാല്യൂ മോഡൽ ഓഫ് വേരിയബിൾ ആണ്. നമ്മൾ രണ്ട് മോഡൽ പഠിച്ചിട്ടുണ്ട്, റെഫറൻസ് മോഡൽ ഓഫ് വേരിയബിളും വാല്യൂ മോഡൽ ഓഫ് വേരിയബിളും പഠിച്ചിട്ടുണ്ട്. പോയിന്റേഴ്സ് യൂസ് ചെയ്യുന്നത് വാല്യൂ മോഡൽ ഓഫ് വേരിയബിൾ ആണ്. ഇനി നമ്മൾ ഓപ്പറേഷൻസ് ഓഫ് പോയിന്റേഴ്സ്, പോയിന്റേഴ്സ് യൂസ് ചെയ്തിട്ട് നമ്മൾ ചെയ്യുന്ന ഓപ്പറേഷൻസ് എന്തൊക്കെയാണ്? അലോക്കേഷൻ ആൻഡ് ഡി അലോക്കേഷൻ. നമ്മൾ മെമ്മറിന്റെ അലോക്കേഷനും ഡി അലോക്കേഷനും പോയിന്റർ യൂസ് ചെയ്തിട്ട് ചെയ്യുന്നില്ലേ? എം അലോക്ക് പോയിന്റർ യൂസ് ചെയ്തിട്ടല്ലേ ചെയ്യുന്നത്? അത് മെമ്മറി അലോക്കേറ്റ് ചെയ്യുന്നതല്ലേ. പിന്നെ ഫ്രീ എന്ന് പറയുമ്പോൾ എന്താണ്? ഫ്രീ പി ടി ആർ എന്നൊക്കെ കൊടുക്കുമ്പോൾ എന്താണ്? മെമ്മറി ഫ്രീ ഡി അലോക്കേറ്റ് ചെയ്യാണ്. ഓക്കെ, ഇനി ഡി റെഫറൻസിങ് ഓഫ് പോയിന്റേഴ്സ്, അതായത് ടു ആക്സസ് ദ ഒബ്ജക്ട് വിച്ച് ദേ പോയിന്റ്. നമ്മൾ എവിടെയെങ്കിലും ഒബ്ജക്റ്റിനെ ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോയിന്റേഴ്സ് യൂസ് ചെയ്യുന്നില്ലേ? നെക്സ്റ്റ് അസൈൻമെന്റ് ഓഫ് വൺ പോയിന്റർ ടു അനദർ, അതായത് നമുക്കൊരു പോയിന്ററിനെ വേറൊരു പോയിന്ററിലേക്ക് അസൈൻ ചെയ്യാൻ പറ്റും. ഓക്കെ, ഇതൊക്കെയാണ് പോയിന്റേഴ്സിന്റെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഓപ്പറേഷൻസ് എന്ന് പറയുന്നത്. അലോക്കേഷനും ഡി അലോക്കേഷനും ഡി റെഫറൻസിങ്ങും അസൈൻമെന്റും. ഓക്കെ, സാധാരണ ഇമ്പറേറ്റീവ് ലാംഗ്വേജസിൽ യൂസ് ചെയ്യുന്ന വേരിയബിൾസ് എന്ന് പറയുന്നത് ഐദർ വാല്യൂ മോഡൽ യൂസ് ചെയ്യുന്നുണ്ട്, റെഫറൻസ് മോഡൽ യൂസ് ചെയ്യുന്നുണ്ട്, ഈ രണ്ടിന്റെ കോമ്പിനേഷൻസും യൂസ് ചെയ്യുന്നുണ്ട്. ഇത് ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്തു എന്നുള്ളൂ. ഏതൊരു ഇമ്പറേറ്റീവ് ലാംഗ്വേജസിലും നമ്മളിപ്പോൾ സി ആണെങ്കിൽ വാല്യൂ മോഡൽ യൂസ് ചെയ്യാം, വേരിയബിൾ മോഡൽ യൂസ് ചെയ്യാം, ഇതിന്റെ കോമ്പിനേഷൻസ് ഒക്കെ യൂസ് ചെയ്യാം. ഓക്കെ, പോയിന്റേഴ്സിന്റെ കേസിൽ നമ്മൾ യൂസ് ചെയ്യുന്നത്, പോയിന്റർ യൂസ് ചെയ്യുന്ന കേസിൽ നമ്മൾ വാല്യൂ മോഡൽ ഓഫ് വേരിയബിൾ ആണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇനി എന്താണ് വാല്യൂ മോഡലും റെഫറൻസ് മോഡലും എന്നതൊന്ന് ജസ്റ്റ് ഒന്ന് ഓർമ്മിപ്പിക്കാം. ഓക്കെ, നമ്മൾ സിയിലും പാസ്കൽ അഡാലൊക്കെ എന്താ യൂസ് ചെയ്യുന്നത്? വാല്യൂ മോഡലാണ് കൂടുതലും യൂസ് ചെയ്യുന്നത്. എന്താണ് വാല്യൂ മോഡൽ എന്ന് പറയുന്നത്? നമ്മളിപ്പോൾ ഒരു അസൈൻമെന്റ് എ ഈക്വൽ ടു ബി എന്ന് പറയുന്നത് അസൈൻ ചെയ്യുവാണെങ്കിൽ എന്താണ് അത് ചെയ്യുന്നത്? ബിയിലെ വാല്യൂ എയിലേക്ക് പുട്സ് ദ വാല്യൂ ഓഫ് ബി ഇൻ ടു എ, ബിയിലെ വാല്യൂ എയിലേക്ക് മാറ്റുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അതായത് വാല്യൂ മോഡലിലാണെങ്കിൽ ബിയുടെ വാല്യൂവിന്റെ ഒരു കോപ്പി എയിലുണ്ടാവും. ഓക്കെ, ബിയുടെ വാല്യൂവിന്റെ ഒരു കോപ്പി എയിലുണ്ടാവും. എ ഈക്വൽ ടു ബി എന്ന് പറയുമ്പോൾ ബിയിലെ വാല്യൂ എന്താണോ അതിന്റെ ഒരു കോപ്പി ഏതിലുണ്ടാവും? എയിലുണ്ടാവും. ഇതാണ് വാല്യൂ മോഡൽ. ഇനി റെഫറൻസ് മോഡലിലാണെങ്കിൽ എ ഈക്വൽ ടു ബി എന്നാണ് കൊടുക്കുന്നതെങ്കിൽ എയും ബിയും റെഫർ ചെയ്യുന്നത് സെയിം ഒബ്ജക്റ്റിനെ ആയിരിക്കും. ദാറ്റ് മീൻസ് എയും ബിയും റെഫർ ചെയ്യുന്നത് സെയിം ഒബ്ജക്റ്റ്. ഓക്കെ, ഫോർ എക്സാമ്പിൾ ചൂനയാണെന്ന് വിചാരിച്ചു. അപ്പൊ എയും ബിയും റെഫർ ചെയ്യുന്നതാണ് ആര്? ചൂന. അല്ലാതെ രണ്ടിൽ കോപ്പി ഉണ്ടാവണമെന്നില്ല. ഓക്കെ, അതായത് ബിന്റെ ഒബ്ജക്റ്റ് ആയിരിക്കും ചിലപ്പോൾ ടു. ഓക്കെ, അപ്പോൾ ബിയുടെ ഒബ്ജക്റ്റ് ആയ ടൂന് ആര് റെഫർ ചെയ്യുന്നു എന്നുള്ളൂ? എ റെഫർ ചെയ്യുന്നു എന്നുള്ളൂ. അല്ലാതെ എയിലേക്ക് അതിന്റെ ഒരു കോപ്പി സ്റ്റോർ ചെയ്യുന്നില്ല. ഓക്കെ, അതാണ് വാല്യൂ മോഡലും റെഫറൻസ് മോഡൽ എന്ന് പറയുന്നത്. ഓക്കെ, ഇതാ ഇവിടെ എ ഈക്വൽ ടു ബി ഓൾവേസ് മേക്സ് എ റെഫർ ടു ദ സെയിം ഒബ്ജക്ട് ടു വിച്ച് ബി റെഫർ. ബി റെഫർ ചെയ്യുന്ന ഒബ്ജക്റ്റിന് എ റെഫർ ചെയ്യുന്നു എന്നേ. ഓക്കെ, അതാണ് റെഫറൻസ് മോഡൽ വരുന്നത്. ഓക്കെ, ക്ലൂ, സ്മോൾ ടാഗ് എന്നൊക്കെ പറയുന്ന ലാംഗ്വേജസ് റെഫറൻസ് മോഡലാണ് പ്രിഫർ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ വാല്യൂ മോഡൽ എന്ന് പറയുന്നത് എ ഈക്വൽ ടു ബി ആണെങ്കിൽ ബി എന്ന് പറയുന്ന വേരിയബിളിലുള്ള വാല്യൂ എയിലേക്ക് കോപ്പി. ഓക്കെ, അതാണ് വാല്യൂ മോഡൽ. റെഫറൻസ് മോഡൽ ആണെങ്കിൽ ബി റെഫർ ചെയ്യുന്ന ഒബ്ജക്റ്റിന് ആര് റെഫർ ചെയ്യും? എ റെഫർ ചെയ്യും. ഓക്കെ, ഇതാണ് വാല്യൂ മോഡലും റെഫറൻസ് മോഡലും സിമ്പിൾ ആയിട്ട് പറയുവാണെങ്കിൽ. ഇനി നമ്മുടെ ജാവയിൽ നമ്മൾ രണ്ടും യൂസ് ചെയ്യുന്നുണ്ട്. വാല്യൂ മോഡലും യൂസ് ചെയ്യുന്നുണ്ട്, റെഫറൻസ് മോഡലും യൂസ് ചെയ്യുന്നുണ്ട്. വാല്യൂ മോഡൽ യൂസ് ചെയ്യുന്നത് നമ്മുടെ പ്രിമിറ്റീവ് ഡാറ്റ ടൈപ്സിന്റെ കേസിൽ, ബിൽറ്റ് ഇൻ ഡാറ്റ ടൈപ്സിന്റെ കേസിൽ വാല്യൂ മോഡലാണ് യൂസ് ചെയ്യുന്നത്. ഇൻറ്റിജർ, ക്യാരക്ടർ, ഫ്ലോട്ടിംഗ് പോയിന്റ്, ഇങ്ങനെയുള്ള കേസിലൊക്കെ നിങ്ങൾ അസൈൻമെന്റ് എന്നൊക്കെ പറയുന്നത് എ ഈക്വൽ ടു ബി എന്ന് പറയുമ്പോൾ എയും ബിയും ഒരു ഇൻറ്റിജർ വേരിയബിൾസ് ആണെങ്കിൽ ബിയിലെ വാല്യൂ എയിലേക്ക് കോപ്പിയാണ് അവിടെ നടക്കുന്നത്. ഇതിന്റെ കേസിൽ പ്രിമിറ്റീവ് ഡാറ്റ ടൈപ്സ് ആണ് അത് അവിടെ വാല്യൂ മോഡലാണ് ജാവയിൽ യൂസ് ചെയ്യുന്നത്. പക്ഷേ നമ്മൾ യൂസർ ഡിഫൈൻഡ് ടൈപ്സ്, അറേസും അങ്ങനെയുള്ള ഒബ്ജക്റ്റ് ഓറിയന്റഡ് ആയിട്ടുള്ള ക്ലാസിന്റെ ഒക്കെ കേസിൽ നമ്മൾ എന്താ യൂസ് ചെയ്യുന്നത്? റെഫറൻസ് മോഡലാണ്. കാരണം എന്താണ്? ഒരു ക്ലാസ്സിന് ഒരു ഒബ്ജക്റ്റ് എ ബി നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുവാണെങ്കിൽ എയും ബിയും ഏത് ക്ലാസ്സിനെയാണ് റെഫർ ചെയ്യുന്നത്? എ എന്ന് പറയുന്ന ക്ലാസ്സിനെയാണ് റെഫർ ചെയ്യുന്നത്. ഓക്കെ, അങ്ങനെയുള്ള ബിൽറ്റ് ഇൻ ഡാറ്റ ടൈപ്സിന്റെ കേസിൽ എന്താ യൂസ് ചെയ്യുന്നത്? റെഫറൻസ് മോഡലാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ജാവയിൽ രണ്ടും യൂസ് ചെയ്യുന്നുണ്ട്. വേരിയബിൾ മോഡലും യൂസ് ചെയ്യുന്നുണ്ട്, വാല്യൂ മോഡലും യൂസ് ചെയ്യുന്നുണ്ട്.
ഓക്കെ, വാല്യൂ മോഡൽ യൂസ് ചെയ്യുന്നത് ബിൽഡ് ഇൻ ടൈപ്സിന്റെ കേസിലും, വേരിയബിൾ മോഡൽ യൂസർ റെഫറൻസ് മോഡൽ യൂസ് ചെയ്യുന്നത് യൂസർ ഡിഫൈൻഡ് ഡാറ്റ ടൈപ്സിന്റെ കേസിലുമാണ്. ഇനി നമ്മൾ റെഫറൻസ് മോഡൽ എന്ന് വെച്ചാൽ ഒന്ന് കൂടുതൽ ഒബ്ജക്റ്റ് റെഫർ ചെയ്യാന്നുള്ള കേസ് നമ്മൾ ഓൾറെഡി പറഞ്ഞു. ഇനി നമ്മൾ ടെക്സ്റ്റിലുള്ള കുറെ റെഫറൻസ് മോഡൽസ് ആണ് എങ്ങനെ നമ്മൾ യൂസ് ചെയ്യുന്നുള്ളൂ. റെഫറൻസ് മോഡൽ ML ഉള്ള റെഫറൻസ് മോഡലാണ് നമ്മളിവിടെ വരച്ചിരിക്കുന്നത്. ML ഉള്ള റെഫറൻസ് മോഡൽ, അതുപോലെ നമ്മൾ ലിസ്പിലുള്ള റെഫറൻസ് മോഡൽ, ലിസ്പിൽ എങ്ങനെയാണ് ക്രിയേഷൻ വരുന്നത്, റെഫറൻസ് മോഡൽ വരുന്നത്, അതുപോലെ നമ്മളെ സിയിലും പാസ്കലിലും ഒക്കെ എങ്ങനെയാണ് വരുന്നത്, പോയിന്റർ ബേസ്ഡ് ട്രീ ആണ് വരുന്നത്. ആ കേസ് നമുക്ക് നോക്കാം. അതായത് ML ഉള്ള റെഫറൻസ് മോഡലാണ് ഞാനിവിടെ വരച്ചിരിക്കുന്നത്. ഫോർ എക്സാമ്പിൾ, ഇതാണ് ML ഉള്ള റെഫറൻസ് മോഡൽ. നമ്മളിപ്പോൾ എന്താണ്, ഡാറ്റ ടൈപ്പ് മെക്കാനിസം ക്യാൻ ബി യൂസ് ടു ഡിക്ലെയർ റിക്കേഴ്സീവ് ടൈപ്പ്. റിക്കേഴ്സീവ് ടൈപ്പിനെ ഡിക്ലെയർ ചെയ്യാൻ വേണ്ടിയിട്ട് ML യൂസ് ചെയ്യുന്ന സിൻടാക്സ് ആണ് ഇത്. റിക്കേഴ്സീവ് ടൈപ്പിനെ റെഫർ ചെയ്യാൻ വേണ്ടിയിട്ട്, റിക്കേഴ്സീവ് ടൈപ്പിനെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ML യൂസ് ചെയ്യുന്ന ഡാറ്റ ടൈപ്പിന്റെ മെക്കാനിസം അല്ലെങ്കിൽ ഒരു ഡിക്ലറേഷൻ സ്റ്റേറ്റ്മെന്റ് ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഓക്കെ, ഇതെന്താ നമുക്ക് നോക്കാം. ഇതിൽ നമ്മളൊരു ട്രീ ഇംപ്ലിമെന്റേഷൻ ആണ് ഒരു മോഡലായിട്ട് കാണിച്ചിരിക്കുന്നത്. ആ ട്രീ ആണ് ഇവിടെ വരച്ചിരിക്കുന്നത്. R എന്ന് പറയുന്ന ഒരു റൂട്ട് നോഡ് ഉണ്ട്, അതിന്റെ X Y എന്ന് പറയുന്ന രണ്ട് ചിൽഡ്രൻ ഉണ്ട്, Y എന്ന് സെഡിലേക്കും Wയിലേക്കും. ഇത് നമ്മൾ എങ്ങനെ ML റെപ്രസെന്റ് ചെയ്യുന്നു എന്നാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഓക്കെ, ഈ ട്രീനെ എങ്ങനെ ML റെപ്രസെന്റ് ചെയ്യുന്നു. ഓക്കെ, ട്രീ ഒരു റിക്കേഴ്സീവ് ടൈപ്പ് ആണ്, നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ട്രീ എന്താണ്, ലിസ്റ്റ് ഒക്കെ റിക്കേഴ്സീവ് ടൈപ്പ് ആണ്. അതിനെ എങ്ങനെ ML റെപ്രസെന്റേഷൻ ആണ് ഇത് എക്സാമിന് ചോദിക്കും, ഈ ട്രീ ടൈപ്പ് വരയ്ക്കാനുള്ളത്. ഓക്കെ, ഇവിടെ നമ്മൾ ഡാറ്റ ടൈപ്പ് എന്താണ്, ക്യാരക്ടർ ആണ്. ക്യാരക്ടർ ട്രീ ആണ് നമ്മൾ ക്യാരക്ടർ ഡാറ്റ ടൈപ്പ് ആണ് യൂസ് ചെയ്യുന്നത്. ട്രീ എന്താവാം, എംപ്റ്റി ആവാം. സിൻടാക്സ് ആണ് കേട്ടോ, എംപ്റ്റി ആവാം. അല്ലെങ്കിൽ എന്തായിരിക്കാം, അതിന് നോഡ് ഓഫ് ക്യാർ പോയിന്റർ, ക്യാർ അത് എന്താണ്, ലെഫ്റ്റ് പോയിന്ററും ഉണ്ടാവും റൈറ്റ് പോയിന്ററും ഉണ്ടാവും. ഓക്കെ, അതായത് ഒന്നുകിൽ ആ ട്രീ എംപ്റ്റി ആവാം, അല്ലെങ്കിൽ എന്താണ്, അതിന് രണ്ട് നോഡ് ഉണ്ടാവാം. എന്താണ്, ലെഫ്റ്റ് നോഡും റൈറ്റ് നോഡും ഉണ്ടാവാം. ഓക്കെ, അത് നമുക്ക് അറിയുന്ന കേസാണല്ലോ. ഒന്നുകിൽ ആ ട്രീ എന്താവാം, ട്രീന് ലീഫ് ഒന്നും ഇല്ലാതിരിക്കാം, ട്രീ എന്താണ്, എംപ്റ്റി ആവാം. മറ്റേ കേസിൽ എന്താണ്, അത് ലെഫ്റ്റ് ചൈൽഡും ഉണ്ടാവാം, അതിനെന്തുണ്ടാവാം, റൈറ്റ് ചൈൽഡും ഉണ്ടാവാം. ഓക്കെ, ഇതാണ് ഇതിന്റെ സിൻടാക്സ്. Here character is either empty leaf or a node consisting of a character and two child trees. Okay, അതാണ് നമ്മളിവിടെ പറഞ്ഞത്. ഇനി ഇവിടെ തന്നിരിക്കുന്ന ഈ ട്രീയുടെ റെപ്രസെന്റേഷൻ നമുക്ക് എന്താണ്, ടെക്സ്റ്റൽ റെപ്രസെന്റേഷൻ ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഇത് പിക്ചോറിയൽ റെപ്രസെന്റേഷൻ ആണ് കാണിച്ചിരിക്കുന്നത്. എങ്ങനെയാണ് ഈ ടെക്സ്റ്റൽ റെപ്രസെന്റേഷൻ എന്ന് പറയുന്നത്? ഇവിടെ നമ്മളെ ട്രീയുടെ നോഡ്, ഇത് ML റെപ്രസെന്റേഷൻ ആണ് കേട്ടോ. നമ്മൾ #R അതായത് റൂട്ട് നോഡ് വരച്ചു. റൂട്ട് നോഡിന് ശേഷം നമുക്ക് എന്താണ്, റൂട്ടിന് രണ്ട് ചൈൽഡ് ഉണ്ട്, അതുകൊണ്ട് തന്നെ എന്താണ്, അത് നോഡ് X, നോഡ് Y. ഓക്കെ, നോഡ് X, നോഡ് Y, അത് X ഉണ്ട് Y ഉണ്ട്. Xന്റെ എന്താണ്, ബാക്കി Xന്റെ ചൈൽഡ് എന്തെങ്കിലും ഉണ്ടോ, അത് രണ്ടും എംപ്റ്റി ആയിട്ട് കാണിച്ചു. Y എന്താണ്, എംപ്റ്റി അല്ല. ഓക്കെ, അതുകൊണ്ട് തന്നെയാണ് എന്താണ്, ഇവിടെ എംപ്റ്റി നമുക്ക് കൊടുക്കാൻ പറ്റില്ല. Y എന്താണ്, Yക്ക് രണ്ട് ചിൽഡ്രൻ ഉണ്ട്, അതുകൊണ്ട് തന്നെ Yയുടെ ചിൽഡ്രൻ ആണ് അടുത്ത കാണിച്ചിരിക്കുന്നത് സെഡ്. സെഡിന് എന്താണ്, ചിൽഡ്രൻ ഒന്നുമില്ല, എംപ്റ്റി വെച്ച് റെപ്രസെന്റ് ചെയ്യും. ഇനി അടുത്ത W എന്താണ്, Wനും ചിൽഡ്രൻ ഒന്നുമില്ല, എംപ്റ്റി വെച്ചിട്ട് റെപ്രസെന്റ് ചെയ്തു. ഇതാണ് ഇതിന്റെ സിൻടാക്സ്. ഇനി എന്താണ്, ഇതിന്റെ പിക്ചോറിയൽ റെപ്രസെന്റേഷൻ ആണ് നമ്മളിവിടെ കാണിച്ചിരിക്കുന്നത്. ഏതിലുള്ളത്, ML ഉള്ള റെപ്രസെന്റേഷൻ. നോഡ് ഇങ്ങനെ തന്നെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. നോഡ് എന്ന് എഴുതും, പിന്നെ എന്താണോ അതിന്റെ റൂട്ട് നോഡ്, റൂട്ടല്ല, അതിന്റെ എന്താണോ ക്യാരക്ടർ സ്റ്റോർ ചെയ്തിരിക്കുന്നത് അത്, പിന്നെ അതിന്റെ ലെഫ്റ്റ് ചൈൽഡും റൈറ്റ് ചൈൽഡും ഉണ്ടാവും. ഓക്കെ, ഇവിടെ എന്താണ്, നോഡ് R, അതിന് ലെഫ്റ്റ് ചൈൽഡ് ഉണ്ട്, അതിന് റൈറ്റ് ചൈൽഡും ഉണ്ട്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് എന്താണ്, Xും Y അല്ലേ, Xും Y ഉണ്ട്. Xന് ലെഫ്റ്റ് ചൈൽഡും ഇല്ല, Xന് റൈറ്റ് ചൈൽഡും ഇല്ല, അതുകൊണ്ട് തന്നെ X എന്തിനാണ് പോയിന്റ് ചെയ്തിരിക്കുന്നത്, എംപ്റ്റിനെയാണ് പോയിന്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, Yക്കാണെങ്കിൽ ലെഫ്റ്റ് ചൈൽഡ് ഉണ്ട്, റൈറ്റ് ചൈൽഡും ഉണ്ട്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് എന്താണ്, Yയുടെ ലെഫ്റ്റിലുള്ളത് സെഡ് ആണ്, സെഡിന് ലെഫ്റ്റും ഇല്ല റൈറ്റും ഇല്ല, അതുകൊണ്ട് അത് എംപ്റ്റിനെ പോയിന്റ് ചെയ്യുന്നു. Wന് എന്താണ്, ലെഫ്റ്റും ഇല്ല റൈറ്റും ഇല്ല, അതുകൊണ്ട് അത് എംപ്റ്റിനെ പോയിന്റ് ചെയ്തിരിക്കുന്നു. ഇതാണ് എന്ത്, ML ഉള്ള ട്രീന്റെ റെപ്രസെന്റേഷൻ എന്ന് പറയുന്നത്. ഇത് ഒരു എക്സാമ്പിൾ ട്രീ ആണ്, അതിന്റെ റെപ്രസെന്റേഷൻ എങ്ങനെയാണെന്നാണ് കാണിച്ചിരിക്കുന്നത്.
ഇതിൽ വേറെ ഒന്നിനെയും റെഫർ ചെയ്യുന്നില്ലെങ്കിൽ അത് എം ടിയിൽ പോയിന്റ് ചെയ്യുന്നതായിട്ടാണ് കാണിക്കുന്നത്. ഓക്കെ, ഇതിലൊരു നോഡ് എന്നുള്ളൊരു ഉണ്ടാവും, പിന്നെ എന്താണ് ആ ഒബ്ജക്റ്റ് സ്റ്റോർ ചെയ്യുന്ന പ്ലേസ് ഉണ്ടാവും, പിന്നെ ലെഫ്റ്റ് ചൈൽഡ് ഉണ്ടാവും, റൈറ്റ് ചൈൽഡ് ഉണ്ടാവും. ഓക്കെ, ഇതാണ് എം എല്ലുള്ള റെപ്രസെന്റേഷൻ. ഇനി നമ്മൾ റെഫറൻസ് മോഡൽ, ലിസ്പിലുള്ള റെഫറൻസ് മോഡലാണ് പറയുന്നത്. ഓക്കെ, ഇതിലെ ടെക്സ്റ്റുവലിയുള്ള റെപ്രസെന്റേഷൻ ആണ് കാണിച്ചിരിക്കുന്നത്. നമ്മൾ നേരത്തെ ഇവിടെ സിന്റാക്ടിക്കലി ഇത് റെപ്രസെന്റ് ചെയ്തിട്ടില്ല, എം എൽ റെപ്രസെന്റേഷൻ. അതുപോലെ ഇതിൽ എങ്ങനെയാണ്, ലിസ്റ്റിൽ എങ്ങനെയാണ് ടെക്സ്റ്റുവലി നമ്മൾ റെപ്രസെന്റ് ചെയ്യുക എന്നാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഓക്കെ, ആ ലിസ്റ്റിലെല്ലാം ബ്രാക്കറ്റിലാണ് സ്റ്റാർട്ട് ചെയ്യാന്ന് പറഞ്ഞു, എല്ലാം ഇങ്ങനെ ബ്രാക്കറ്റിലാണ് വരുന്നത്. ആദ്യം 6 സ്റ്റാർട്ട് ചെയ്തു. 6ന് എന്തുണ്ട്, ലെഫ്റ്റ് ചൈൽഡ് ഉണ്ട്. അപ്പോൾ ലിസ്റ്റ് 6ൻ്റെത് ബ്രാക്കറ്റ് ഇവിടെ ഓപ്പൺ ചെയ്തു. 6ൻ്റെ ബ്രാക്കറ്റ് ഇത് ലാസ്റ്റ് ഇവിടെ മാത്രമേ അത് ക്ലോസ് ചെയ്യത്തുള്ളൂ. ഓക്കെ, ഇവിടെ മാത്രമേ ക്ലോസ് ചെയ്യുള്ളൂ. ഇവിടെ തുടങ്ങിയ ബ്രാക്കറ്റ് ഇവിടെ മാത്രമേ ക്ലോസ് ചെയ്യുള്ളൂ, ഏറ്റവും ലാസ്റ്റ് മാത്രമേ ക്ലോസ് ചെയ്യുള്ളൂ. അപ്പോൾ 6ന് എന്താണ്, ലെഫ്റ്റ് ചൈൽഡ് എക്സ് ഉണ്ട്. അതിനുശേഷം എക്സിന് എന്തില്ല, ലെഫ്റ്റും ഇല്ല റൈറ്റും ഇല്ല, അതുകൊണ്ട് തന്നെ അത് എം ടി ആയിട്ട് കാണിച്ചു. അപ്പോൾ എക്സ് ഇവിടെ ക്ലോസ് ചെയ്തു, എക്സ് ഇവിടെ കഴിഞ്ഞു. ഇനി 6ൻ്റെ അടുത്ത ചൈൽഡ് എന്താണ്, വൈ ആണ്. വൈ ഓപ്പൺ ചെയ്തു, വൈ വന്നു. വൈക്ക് എന്തുണ്ട്, ലെഫ്റ്റ് ചൈൽഡ് ഉണ്ട്. അപ്പോൾ വൈയുടെ ഉള്ളിലാണ് ഈ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുന്നത്. വൈക്ക് ലെഫ്റ്റ് ചൈൽഡ് ഉണ്ട്, പക്ഷേ വൈയുടെ എന്താണ്, ലെഫ്റ്റ് ചൈൽഡ് എം ടി ആണ്. ലെഫ്റ്റും വൈയുടെ എന്താണ്, സോറി സെഡ്, വൈക്കൊരു ലെഫ്റ്റ് ചൈൽഡ് ഉണ്ട്, അതാണ് സെഡ്. സെഡിൻ്റെ ലെഫ്റ്റും റൈറ്റും എന്താണ്, എം ടി ആണ്, ചിൽഡ്രൻ ഒന്നുമില്ല, അതുകൊണ്ട് അത് ക്ലോസ് ചെയ്തു. ഓക്കെ, ഈ സെഡ് ഇവിടെ ക്ലോസ് ചെയ്തു. പക്ഷെ വൈ ക്ലോസ് ചെയ്തോ, വൈ ഇവിടെയാണ് സ്റ്റാർട്ട് ചെയ്തത്, വൈ ഇവിടെയാണ് സ്റ്റാർട്ട് ചെയ്തത്, അത് ക്ലോസ് ചെയ്തിട്ടില്ല. ഇനി എന്താണ്, വൈയുടെ അടുത്ത ചൈൽഡാണ് വൈയുടെ അടുത്ത ചൈൽഡാണ് ഡബ്ല്യു. ഡബ്ല്യു ഇവിടെ സ്റ്റാർട്ട് ചെയ്തു, അത് ഇവിടെ ക്ലോസ് ചെയ്തു. ഓക്കെ, അതിനുശേഷം വൈ ഇത് ഇവിടെ ക്ലോസ് ചെയ്തു. വൈ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ ഇനി അടുത്ത് എന്താണ്, സ്വാഭാവികമായിട്ടും 6 ക്ലോസ് ചെയ്യാലോ നമുക്ക്. 6 ക്ലോസ് ചെയ്തു, നമ്മളെ തുടക്കമുള്ള ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തു. ഓക്കെ, each level of the parenthesis brackets are the elements of the list. നമുക്കറിയാം. ഓക്കെ, ഓരോ എലമെന്റ്സ് ആണ്, ലിസ്റ്റിലെ എലമെന്റ്സ് ആണ്. ഇതൊരു എലമെന്റ് ആണ്, ഇതൊരു എലമെന്റ് ആണ്, ഇതൊരു എലമെന്റ് ആണ്, ഇതൊരു എലമെന്റ് ആണ്. ഓക്കെ, ലിസ്റ്റ് ആർ ബിൽഡ് യൂസിങ് കോൺസെൽസ്. അത് നമ്മൾ പഠിച്ചാണ്, കോൺസെൽസ് വെച്ചിട്ടാണ് ലിസ്റ്റ് ബിൽഡ് ചെയ്യുന്നത്, ലിസ്റ്റ് ഉണ്ടാക്കുന്നത് കോൺസെൽസ് വെച്ചിട്ടാണ്. ഓക്കെ, ഇനി അടുത്തത് എന്താണ് നോക്കാം. ഇതില് ട്രീ ഇംപ്ലിമെന്റേഷൻ, ഈ ട്രീനെ എങ്ങനെ ഇംപ്ലിമെന്റ് ചെയ്യുന്നു, നേരത്തെ കാണിച്ചിരിക്കുന്ന അതേ ട്രീനെ എങ്ങനെ ലിസ്റ്റിൽ നമുക്ക് ഇംപ്ലിമെന്റ് ചെയ്ത് കാണിക്കാം എന്നാണ് ഇവിടെ വരച്ചിരിക്കുന്നത്. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. at the top of consoles point to R, first consoles point to R, second and third points to nested list representing the left and right subtrees. അതായത് ഇതൊക്കെ എന്താണ്, കോൺസെൽസ് ആണ്. ഇതെല്ലാം സി എന്നൊക്കെ നിങ്ങൾ എവിടെയും കാണുന്നതൊക്കെ കോൺസെൽസ് ആണ്. ഓക്കെ, ഇതാ ഒരു 3 എലമെന്റ് ഉണ്ടാവും, 3 കോൺസെൽസ് ഉണ്ടാവും ഒരു ലിസ്റ്റിൽ. അതായത് ഇപ്പൊ ഇതൊരു ലിസ്റ്റ് ആണ്. ഇപ്പൊ 6 എന്ന് പറയുന്ന ഇത് എന്താണ്, ഇതൊരു ലിസ്റ്റിനെ റെപ്രസെന്റ് ചെയ്യാണ്. ഈ അടുത്ത എന്ത് വരും, അടുത്ത ഇത് വരും, ഇത് വരും, ഇത് വരും, ഇങ്ങനെ വരും. അപ്പോൾ ഓരോ ലിസ്റ്റിനെയും റെപ്രസെന്റ് ചെയ്യാൻ 3 കോൺസെൽസ് ഉണ്ടാവും, 1 2 3. ഓക്കെ, അതാണ് 3 elements ലിസ്റ്റ്, 3 കോൺസെൽസ് ഉണ്ടാവും. at the top of the figure the first consoles point to R. ഇതാണ് ഫസ്റ്റ് കോൺസെൽസ് ആറിനെയാണ് പോയിന്റ് ചെയ്തിരിക്കുന്നത്. സെക്കൻഡ് ആൻഡ് തേർഡ് പോയിന്റ് ടു ദ നെസ്റ്റ് റെപ്രസെന്റിങ് ദ ലെഫ്റ്റ് ആൻഡ് റൈറ്റ് സബ് ട്രീസ്. ഓക്കെ, ഇവിടെ സെക്കൻഡ് ഉണ്ട്. സെക്കൻഡ് കോൺസെൽസ് പോയിന്റ് ചെയ്തിരിക്കുന്നത് ഇതിന്റെ ലെഫ്റ്റ് സബ് ട്രീനെയും ഇതിന്റെ റൈറ്റ് സബ് ട്രീനെയാണ് പോയിന്റ് ചെയ്തിരിക്കുന്നത്. ലെഫ്റ്റ് പോയിന്റ് ചെയ്തിരിക്കുന്നത് അതായത് തൊട്ടടുത്ത് ആദ്യത്തെ കോൺസെൽസ് 3 കോൺസെൽസ് ആണ് ഉണ്ടാവുക എന്ന് പറഞ്ഞു. അതിൽ ആദ്യത്തെ കോൺസെൽസ് പോയിന്റ് ചെയ്തിരിക്കുന്നത് വാല്യൂനെയും, സെക്കൻഡും തേർഡും കോൺസെൽസ് ഉണ്ടാവുമല്ലോ, അത് പോയിന്റ് ചെയ്തിരിക്കുന്നത് ലെഫ്റ്റ് ചൈൽഡിനെയും മറ്റേതെന്താണ് റൈറ്റ് ചൈൽഡിനെയുമാണ് പോയിന്റ് ചെയ്തിരിക്കുന്നത്. ഓരോ ലിസ്റ്റിലും, അതായത് ലിസ്റ്റിൽ കോൺസെൽസ് വെച്ചിട്ടാണ് ബിൽഡ് ചെയ്തിരിക്കുന്നത്. ഇതിൽ 3 കോൺസെൽസ് ആണ് ഓരോ ലിസ്റ്റിന്റെ കേസിലും വരിക. 1 2 3 കോൺസെൽസ് ഉണ്ടാവും. അതിൽ 1 2 3 3 കോൺസെൽസ്. അതിൽ ഫസ്റ്റ് കോൺസെൽസ് പോയിന്റ് ചെയ്തിരിക്കുന്നത് ആറ്റം ആണ്. ആറ്റം മീൻസ് എ വെച്ച് റെപ്രസെന്റ് ചെയ്യും. ആറ്റം എന്ന് പറയുന്നത് എന്താണോ അതിലുള്ള വാല്യൂ. ഇവിടെ എന്താണ്, ഏതിനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്, ആറിനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. അതാണ് നമ്മൾ അവിടെ റെപ്രസെന്റ് ചെയ്ത് കൊടുക്കുന്നത്. ഓക്കെ, ഫസ്റ്റ് കോൺസെൽസ്. ഇനി സെക്കൻഡ് കോൺസെൽസ് എന്താണ് റെഫർ ചെയ്യുന്നത്, അതിന്റെ നമ്മുടെ ഈ ആറിന് എന്തെങ്കിലും ലെഫ്റ്റ് അല്ലെങ്കിൽ റൈറ്റ് ചൈൽഡ് ഉണ്ടെങ്കിൽ, ഇവിടെ ആറിന് ലെഫ്റ്റ് ചൈൽഡ് ഉണ്ടല്ലോ, അതുകൊണ്ട് അതിനെ റെഫർ ചെയ്തു. അടുത്ത എന്താണ്, റൈറ്റിനെ റെഫർ ചെയ്തു. ഓക്കെ, റൈറ്റ് ചൈൽഡിനെ റെഫർ ചെയ്തു. ഓക്കെ, 3 കോൺസെൽസ്, ഒന്ന് ആറ്റമിനെ റെഫർ ചെയ്യും, മറ്റത് ലെഫ്റ്റിനെയും റൈറ്റിനെയും
റെഫർ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇവിടെ എന്താണ് ഇതിന്റെ ലെഫ്റ്റിലേക്ക് വന്നപ്പോൾ അതും 3 കോൺസെൽസ് ഉണ്ട്. ആ 3 കോൺസെൽസിൽ എന്താണ് ഫസ്റ്റ് കോൺസെൽസ് അതിന്റെ ആറ്റം ആണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ഇവിടെയുള്ള കേസിൽ ആറ്റം എന്താണ് എക്സ് അല്ലേ, അപ്പോൾ അത് എക്സ് റെപ്രസെന്റ് ചെയ്തു. പിന്നെ അതിന് ലെഫ്റ്റും ഇല്ല റൈറ്റും ഇല്ല, അതുകൊണ്ട് തന്നെ നമ്മളിത് അതായത് ഇതിനെ ഇങ്ങനെ റെപ്രസെന്റ് ചെയ്തു. നമ്മൾ ലിങ്ക്ഡ് ലിസ്റ്റ് റെപ്രസെന്റ് ചെയ്യുന്നില്ലേ, പോയിന്റർ ഇല്ലാതൊരു സാധനത്തിന് ലിങ്ക്ഡ് ലിസ്റ്റ് ഇങ്ങനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പോൾ അതുപോലെ റെപ്രസെന്റ് ചെയ്തു. മറ്റേതിൽ എങ്ങനെയായിരുന്നു, അങ്ങനെ ഇല്ലാതിരുന്ന സാധനത്തിനൊക്കെ എം ടിയിലേക്ക് നമ്മൾ പോയിന്റ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്തത്. ഇവിടെ അങ്ങനെയല്ല, ഇവിടെ എന്താണ് എം ടി ആയിട്ട് റെപ്രസെന്റേഷൻ കാണിച്ചിരിക്കുകയാണ് ചെയ്യുന്നത്. ഇനി അടുത്ത കോൺസെപ്റ്റ് അതിന്റെ ആദ്യത്തേത് അതായത് ആറ്റമിനെ പോയിന്റ് ചെയ്തു, വൈനെ പോയിന്റ് ചെയ്തു. വൈക്ക് ലെഫ്റ്റും ഉണ്ട് റൈറ്റും ഉണ്ട്, അതുകൊണ്ട് തന്നെ ലെഫ്റ്റിലേക്ക് പോയിന്റ് ചെയ്തു, അടുത്ത റൈറ്റിലേക്ക് പോയിന്റ് ചെയ്തു. ഇപ്പൊ ലെഫ്റ്റിൽ വന്നിട്ട് 3 കോൺസെപ്റ്റ്സ് വന്നു, സെറ്റിനെ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, മറ്റേത് ഡബ്ല്യൂവിനെ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ ഇതിന്റെ ഫസ്റ്റ് കേസ് എന്താണ്, സെറ്റിനെ റെപ്രസെന്റ് ചെയ്തു, ആറ്റമിനെ റെപ്രസെന്റ് ചെയ്തു. അതിന് ലെഫ്റ്റും ഇല്ല റൈറ്റും ഇല്ല, അതുകൊണ്ട് തന്നെ നമ്മൾ അതിനെ നള്ളാക്കി. അടുത്ത എന്താണ്, ഇതിന്റെ റൈറ്റിൽ ഡബ്ല്യു ആണ്, ഡബ്ല്യുവിനെ നമ്മൾ ആറ്റം റെപ്രസെന്റ് ചെയ്തു, അതിന്റെ ലെഫ്റ്റും ഇല്ല റൈറ്റും ഇല്ല, അതിനെ രണ്ടും നള്ളാക്കി. ഇതാണ് എന്ത് ലിസ്റ്റിലെ ട്രീന്റെ ഇംപ്ലിമെന്റേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അതിന്റെ കാര്യങ്ങളാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ഇനി നമ്മൾ ട്രീ പാസ്കലിലും അഡേലും സിയിലൊക്കെ നമ്മൾ പോയിന്റേഴ്സ് യൂസ് ചെയ്തിട്ടാണ് ട്രീനെ റെപ്രസെന്റ് ചെയ്യുന്നത്. ഓക്കെ, മറ്റേതിൽ രണ്ടിലും റെഫറൻസ് മോഡൽ ആയിട്ടാണ് വരുന്നത്. ഇതിലെന്താണ് പോയിന്റേഴ്സ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ട്രീ ഒക്കെ വരയ്ക്കുന്നത്. സിയിലൊക്കെ നമ്മൾ ട്രീ പോയിന്റേഴ്സ് വെച്ചിട്ടല്ലേ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ പോയിന്റേഴ്സിന്റെ കേസിൽ നമ്മൾ എന്ത് മോഡലാണ് യൂസ് ചെയ്യുന്നത്, വാല്യൂ മോഡലാണ് യൂസ് ചെയ്യുന്നത്. മറ്റേതിൽ റെഫറൻസ് മോഡലാണ്. അപ്പോൾ വാല്യൂ മോഡലാണ് ഇതിൽ യൂസ് ചെയ്യുന്നത്. ഇതിൽ പാസ്കലിലും അഡേലും സിയിലൊക്കെ നമ്മൾ ട്രീ വരയ്ക്കുമ്പോൾ, സിന്റെ കേസ് നിങ്ങൾ എടുത്തു നോക്കിയാൽ ട്രീ വരയ്ക്കുവാണെങ്കിൽ നിങ്ങൾ എന്താണ് ട്രീ വരയ്ക്കാൻ വേണ്ടിയിട്ട് എന്ത് ഡാറ്റ സ്ട്രക്ചറാണ് യൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ എന്ത് ഡാറ്റ ടൈപ്സ് ആണ്, സ്ട്രക്ചർ അല്ലേ നിങ്ങൾ യൂസ് ചെയ്യുന്നത്. അതായത് ട്രീ ഒക്കെ വരയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സ്ട്രക്ചർ വെച്ചിട്ടല്ലേ വരയ്ക്കുന്നത്. അപ്പോൾ ആ സ്ട്രക്ചറിന്റെ അതായത് സിയിൽ ഒക്കെ ട്രീ ഇംപ്ലിമെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സ്ട്രക്ചറിന്റെ ഒരു സിൻടാക്സ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. സ്ട്രക്റ്റ് ക്യാരക്ടർ ട്രീ, അത് നമ്മൾ സ്ട്രക്ചറിന് നെയിം കൊടുത്തു. സ്ട്രക്റ്റ് ക്യാരക്ടർ ട്രീക്ക് ലെഫ്റ്റ് ട്രീ ഉണ്ടാവും, റൈറ്റ് ട്രീ ഉണ്ടാവും. പിന്നെ എന്താണ് ക്യാരക്ടർ എന്ന് പറയുന്നത് എന്തെങ്കിലും വാല്യൂ ആയിരിക്കും. ഇതാണ് അതിന്റെ സിൻടാക്സ്. ഇത് നമ്മൾ ഓൾറെഡി സിയിൽ പഠിച്ചതാണ്, എങ്ങനെയാണ് ട്രീ വരയ്ക്കുക എന്നുള്ളത്. അതിന് സ്ട്രക്ചറാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, പോയിന്റർ വെച്ചിട്ടാണ് ചെയ്യുന്നത്, ലെഫ്റ്റ് പോയിന്ററും റൈറ്റ് പോയിന്ററും. ഇതേ സെയിം ഡിക്ലറേഷൻ ആണ് പാസ്കൽ എങ്ങനെയാണ് ചെയ്യുന്നത്, അതിന്റെ ഡിക്ലറേഷൻ വരുന്നത്. അഡേലിൽ അതിന്റെ ഡിക്ലറേഷൻ എങ്ങനെയാണെന്നാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. പാസ്കൽ എന്താണ്, ടൈപ്പ് ക്യാരക്ടർ ട്രീ ആണ്, ട്രീ പോയിന്റർ ആണ്. അതെന്താണ് ഒരു ക്യാറ്റ് ട്രീ എന്നുള്ള ഒരു പേര് കൊടുത്തു. ഇനി എന്താണ് ഇതിൽ റെക്കോർഡ്സ് ആയിട്ടാണ് നമ്മൾ പഠിച്ചു. പാസ്കലിലൊക്കെ നമ്മൾ എന്താണ് യൂസ് ചെയ്യുന്നത്, റെക്കോർഡ് എന്നാണ് കോമൺ ആയിട്ട് പറയുക. നമ്മളത് പാസ്കലിൽ റെക്കോർഡ്സ് യൂസ് ചെയ്യുന്നു. സിയിൽ റെക്കോർഡ്സിന് പകരം യൂസ് ചെയ്യുന്ന സാധനമാണ് എന്ത്, സ്ട്രക്ചർ. ഇക്വലന്റ് ടു എന്താണ്, റെക്കോർഡാണ്. ഓക്കെ, നമ്മൾ റെക്കോർഡ്സ് ആൻഡ് വേരിയൻസ് പഠിച്ചില്ലേ. റെക്കോർഡ്സ് എന്ന് പറയുന്നത് പാസ്കലിൽ നമ്മൾ റെക്കോർഡ്സ് എന്ന് പറയുവാണെങ്കിൽ സിയിൽ അതിനെ സ്ട്രക്ചർ എന്ന് പറയും. ഓക്കെ, അതുകൊണ്ട് തന്നെ ഇതെന്താണ്, ഈ ക്യാരക്ടർ എന്ന് പറയുന്നത് റെക്കോർഡ് ടൈപ്പ് ആണ്. നമ്മളിതൊക്കെ നേരത്തെ ഓൾറെഡി ഇങ്ങനെ ഒരു സിൻടാക്സ് കണ്ടിട്ടുണ്ട്. ക്യാരക്ടർ ഏത് റെക്കോർഡ് ടൈപ്പ് ആണ്. ഇവിടെ ഡയറക്റ്റ് എന്ത് ചെയ്യും, സ്ട്രക്ചർ ക്യാരക്ടർ എന്ന് പറഞ്ഞു. അപ്പോൾ ക്യാരക്ടർ എന്ന് പറയുന്നത് സ്ട്രക്ചർ ആണ്. ഇവിടെ എന്താണ് ക്യാരക്ടർ എന്ന് പറയുന്നത് റെക്കോർഡാണ്. ഓക്കെ, പിന്നെ ലെഫ്റ്റും റൈറ്റും ഉണ്ടാവും. ഇതിന്റെ സിൻടാക്സ് കുറച്ച് വ്യത്യാസം ഉണ്ടെന്നല്ലോ, ലെഫ്റ്റും റൈറ്റും ഉണ്ടാവും. അത് എന്ത് പോയിന്റർ ആണ്, ക്യാരക്ടർ ട്രീ പോയിന്റർ ആണ്. പിന്നെ വാല്യൂ എന്താണ്, ക്യാരക്ടർ ആണ്. പിന്നെ എൻഡ് ചെയ്തു. ഇതാണ് പാസ്കലിലെ റെപ്രസെന്റേഷൻ. അടയിലുള്ള സെയിം റെപ്രസെന്റേഷൻ എന്ന് പറയുന്നത് എന്താണ്, ടൈപ്പ് ക്യാരക്ടറി ആണ്. ഈക്വൽ ടു എന്താണെന്ന് പറയുന്നില്ല, ജസ്റ്റ് ഡയറക്റ്റ് തന്നെ ക്യാരക്ടറി എന്ന് പറഞ്ഞു. അതിനുശേഷം ടൈപ്പ് ക്യാരക്ടർ പോയിന്റർ ഈസ് ആക്സസ് ക്യാരക്ടറി. ഓക്കെ, ക്യാരക്ടർ പോയിന്റർ യൂസ് ചെയ്തിട്ടാണ് ക്യാരക്ടറി ആക്സസ് ചെയ്യുന്നത്. ഇനി ടൈപ്പ് ക്യാരക്ടറി എന്ന് പറയുന്നത് റെക്കോർഡാണ്. ഇതിലൊക്കെ ലൈൻ എന്താണ് എഴുതുവാണ് ചെയ്യുന്നത്. ഇവിടെ ക്യാരക്ടറി ഈക്വൽ ടു റെക്കോർഡ് എന്ന് പറഞ്ഞു. ഇവിടെ ക്യാരക്ടറി ഈസ് റെക്കോർഡാണെന്ന് ഞാൻ തന്നെ ഈസ് റെക്കോർഡ് എന്ന് വെച്ചിട്ട് റെപ്രസെന്റ് ചെയ്തു. അതിന് ലെഫ്റ്റും ഉണ്ടാവും റൈറ്റും ഉണ്ടാവും. ഏത് ടൈപ്പ് പോയിന്റർ ആണ്, ക്യാരക്ടറി പോയിന്റർ ആണ്. വാല്യൂ എന്ന് പറയുന്നത് ക്യാരക്ടർ. ഇവിടെ വാല്യൂ എന്ന് പറയുന്നത് CHR. അത് ഓരോ ലാംഗ്വേജസിലുള്ള സിൻടാക്സിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് വരുന്നത്. അതിൽ ക്യാരക്ടറിനെ റെപ്രസെന്റ് ചെയ്യാൻ എന്ത് ഇതാണ് യൂസ് ചെയ്യുന്നത്, ക്യാരക്ടർ എന്ന് പറയുന്ന കീവേഡ് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് ക്യാരക്ടർ എന്ന് കൊടുത്തു. എൻഡ് റെക്കോർഡ്. ഇതാണ് സിയില്, പാസ്കലില്, അഡേലില് ട്രീ നമുക്ക് ഇംപ്ലിമെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഡാറ്റ ടൈപ്സിന്റെ സിൻടാക്സ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ഇത് ജസ്റ്റ് ഒന്ന് പഠിക്കണം, കാരണം ഏതെങ്കിലും ഒന്ന് പഠിച്ചാൽ മതി, ബാക്കി നമുക്ക് എഴുതാൻ പറ്റുന്നതേ ഉള്ളൂ. ഇനി
പോയിന്റർ ബേസ്ഡ് ട്രീന്റെ പിക്ചോറിയൽ റെപ്രസെന്റേഷൻ ആണ് വരച്ചിരിക്കുന്നത്. ഈ 3 ടൈപ്പിലും വാല്യൂ മോഡലാണ് യൂസ് ചെയ്യുന്നത്. പോയിന്റേഴ്സ് യൂസ് ചെയ്തിട്ടാണ് അത് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ അതേ ട്രീ നമ്മൾ സിയിൽ എങ്ങനെയാണ് വരയ്ക്കുക, ലിങ്ക്ഡ് ലിസ്റ്റ് വെച്ചിട്ടാണ് നിങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ 6 ഉണ്ടാവും, അതിന് ലെഫ്റ്റും റൈറ്റും ഉണ്ടാവും. ലെഫ്റ്റിലേക്ക് പോയിന്റ് ചെയ്തു, പിന്നെ അത് നള്ളാണ്, പിന്നെ വൈ സെഡ് ഇത് രണ്ടും നള്ളാണ്. ഇതിങ്ങനെയാണ് നമ്മൾ എന്തിൽ ചെയ്യുന്നത്, സിയിലൊക്കെ നമ്മൾ ട്രീനെ ഇംപ്ലിമെന്റ് ചെയ്തിരുന്നത് ലിങ്ക്ഡ് ലിസ്റ്റ് വെച്ചിട്ടാണ്. അത് പോയിന്റർ യൂസ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. ഇതിന്റെ പിക്ചോറിയൽ റെപ്രസെന്റേഷൻ ആണ്. ഇത് ഓൾറെഡി നമ്മൾ പഠിച്ചതുമാണ്, അറിയുന്നതുമാണ്. ഓക്കെ, അപ്പോൾ 3 തരത്തിലുള്ള ട്രീ റെപ്രസെന്റേഷൻ നമ്മൾ പഠിച്ചു. ഓക്കെ, 2 റെഫറൻസ് മോഡൽ യൂസ് ചെയ്തിട്ടുള്ളത് ML-ഉം ലിസ്പിലും ഉള്ളത്. ഈ അഡയിലും സിയിൽ പാസ്കലിലും ഒക്കെ പോയിന്റർ ബേസ് ചെയ്തിട്ടുള്ള ട്രീന്റെ റെപ്രസെന്റേഷനും പഠിച്ചു. ഇനി അടുത്തത് നമ്മൾ ടു അലോക്കേറ്റ് എ ന്യൂ നോഡ് ഫ്രം ദ ഹീപ്പ്. അതായത് നമ്മൾ ഹീപ്പിലൊരു പുതിയ നോഡ് അലോക്കേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഇതിൽ മെമ്മറി അലോക്കേറ്റ് ചെയ്യുന്നുണ്ട്. അതായത് നമ്മൾ പോയിന്റർ അലോക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് ടു അലോക്കേറ്റ് എ ന്യൂ നോഡ് ഫ്രം ദ ഹീപ്പ്. നമ്മൾ പുതിയ നോഡൊക്കെ ക്രിയേറ്റ് ചെയ്യും. സിയിൽ എങ്ങനെയാണ് നിങ്ങൾ നോഡ് ക്രിയേറ്റ് ചെയ്യുന്നത്? നിങ്ങൾ പഠിച്ചതാണ്, ലിങ്ക്ഡ് ലിസ്റ്റ് ഡാറ്റ സ്ട്രക്ചർ പഠിച്ചതാണ്. ലിങ്ക്ഡ് ലിസ്റ്റ് എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നത് നിങ്ങൾക്കറിയാം. അപ്പോൾ നിങ്ങൾ പുതിയ ഒരു നോഡ് ലിങ്ക്ഡ് ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യുന്ന കേസും പഠിച്ചിട്ടുണ്ട്. ഓക്കെ, അത് ന്യൂ നോഡ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഓൾറെഡി പഠിച്ചത് ലാംഗ്വേജ് CPP-ലൊക്കെ ജാവയിലൊക്കെ നമ്മൾ എന്ത് യൂസ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്? സിയിൽ നമ്മൾ പഠിച്ചതാണ്. ഓക്കെ, CPP-ലും ജാവയിലും ചെറിയൊരു ഡിഫറൻസ് ഉണ്ട്. നമ്മൾ സിയിൽ ഒരു പുതിയ നോഡ് ക്രിയേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? ML-ഒക്കെ വെച്ചിട്ടല്ലേ ക്രിയേറ്റ് ചെയ്യുന്നത്. നിങ്ങൾ ലിങ്ക്ഡ് ലിസ്റ്റിന്റെ പ്രോഗ്രാം ഡാറ്റ സ്ട്രക്ചർ S3 ചെയ്തതാണ്. അപ്പോൾ നിങ്ങൾ ലിങ്ക്ഡ് ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നതൊക്കെ പഠിച്ചിട്ടുണ്ടോ? എന്ത് വെച്ചിട്ടാണ്? ML-ഒക്കെ വെച്ചിട്ടാണ് ആദ്യത്തെ ഒരു നോഡ് ക്രിയേറ്റ് ചെയ്യുന്നത്. അതിനനുസരിച്ചിട്ട് പോയിന്റർ ഇങ്ങനെ ഇൻക്രിമെന്റ് ചെയ്ത് ഉള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ടാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ സിയിലുള്ള നോഡ് ക്രിയേഷന്റെ സിൻടാക്സ് ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. myPtr പേര് ജസ്റ്റ് നിങ്ങൾ PTR എന്നാലും കൊടുത്തിട്ടുണ്ട്. PTR ഈക്വൽ ടു ML ഓഫ് സൈസ് ഓഫ് സ്ട്രക്റ്റ് ക്യാറ്ററി. ഓക്കെ, നമ്മൾ നേരത്തെ ക്യാറ്ററി ആണല്ലോ ഇവിടെ കൊടുത്തിരിക്കുന്നത്, അതുകൊണ്ടാണ് അതിൻ്റെ ക്യാറ്ററിന്റെ സൈസ്. അത് നിങ്ങൾക്ക് അറിയുന്ന കാര്യമാണ്. ഇത് ഓൾറെഡി ഈ സിൻടാക്സ് നിങ്ങൾക്ക് അറിയാം. അപ്പോൾ ഇതാണ് സിയിൽ നമ്മളൊരു നോഡ് ക്രിയേറ്റ് ചെയ്യുന്ന സിൻടാക്സ്. ഇത് നമ്മൾ ലിങ്ക്ഡ് ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നൊക്കെ പഠിച്ചതാണ്. ഇനി അഡേയിൽ സെയിം സിൻടാക്സ്, അതായത് എങ്ങനെയാണ് ഒരു നോഡ് ക്രിയേറ്റ് ചെയ്യുക? PTR ഈക്വൽ ടു ന്യൂ ക്യാറ്ററി. ഇത് മാത്രമാണ് അതിൻ്റെ സിൻടാക്സ്. പുതിയ നോഡ് ക്രിയേറ്റ് ചെയ്യുന്ന സിൻടാക്സ് ഇങ്ങനെയാണ്, ന്യൂ ക്യാറ്ററി. ക്യാറ്ററി എന്ന് പറയുന്നത് അതിന് കൊടുത്തിരിക്കുന്ന പേരാണ്. ഓക്കെ, പാസ്കലിൽ എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യാന്ന് വെച്ചാൽ ന്യൂ ഓഫ് myPtr. ജസ്റ്റ് ഇത്ര മാത്രം കൊടുത്തു കഴിഞ്ഞാൽ പാസ്കലിൽ ഒരു പുതിയ നോഡ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, CPP-യിൽ ജാവയിൽ C#-ലൊക്കെ നമുക്ക് ML-ഒക്കെ റീപ്ലേസ് ചെയ്തിട്ട് ബിൽഡിൻ ടൈപ്പ് ന്യൂ വെച്ചിട്ട് ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, നമ്മൾ ജാവയിലൊക്കെ അറേ ഡിക്ലറേഷൻ എങ്ങനെയാണ്? ന്യൂ വെച്ചിട്ടിരുന്നല്ലേ ചെയ്തത്. ഓക്കെ, ഇൻഡ് A ഓഫ് ഈക്വൽ ടു ന്യൂ ഇൻഡ് ഓഫ് എന്നൊക്കെ പറഞ്ഞിട്ടല്ലേ, ന്യൂ ഓപ്പറേറ്റർ വെച്ചിട്ടല്ലേ. അതുപോലെ എന്താണ് ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നത്, ഒരു ക്ലാസ്സിന് ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നതൊക്കെ ന്യൂ ഓപ്പറേറ്റർ വെച്ചിട്ടാണ്. ഓക്കെ, അതുപോലെ ന്യൂ ഓപ്പറേറ്റർ വെച്ചിട്ട് നമുക്ക് എന്ത് ക്രിയേറ്റ് ചെയ്യാം? നോട്ട്സ് ന്യൂ myPtr ഈക്വൽ ടു ന്യൂ കാറ്ററി ഓഫ് ആർഗ്യുമെന്റ് ലിസ്റ്റ്. ഇങ്ങനെയും എന്താണ് ന്യൂ ഓപ്പറേറ്റർ വെച്ചിട്ടും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ജാവയിലും CPP-യിലും C#-ലൊക്കെ നമുക്ക് ML-ഒക്കെ റീപ്ലേസ് ചെയ്തിട്ട് ന്യൂ എന്ന് പറയുന്ന ഓപ്പറേറ്റർ വെച്ചിട്ട് നമുക്ക് പുതിയ നോഡ് ക്രിയേറ്റ് ചെയ്യാം. ഇത് നോഡ് ക്രിയേറ്റ് ചെയ്യുന്ന പാസ്കലിലും സിയിലും അഡയിലും ഉള്ള നോഡ് ക്രിയേഷൻ ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. കാരണം ആ 3 ലാംഗ്വേജസിലുള്ള ട്രീൻ്റെ റെപ്രസെൻറ്റേഷനുള്ള സിൻടാക്സ് നമ്മൾ പഠിച്ചു, അതെങ്ങനെയാണ് വരക്കുക എന്നുള്ള കാര്യം പറഞ്ഞു. അതുപോലെ എന്താണ് അതെങ്ങനെ പുതിയ നോഡ് ക്രിയേറ്റ് ചെയ്യാനുള്ള ഒരു സിൻടാക്സും നമ്മൾ പഠിച്ചു. ഇനി നെക്സ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് പോയിന്റേഴ്സ് ആൻഡ് അറേസ് ഇൻ സി ആണ്. പോയിന്റർ അറേ ഒക്കെ നമ്മൾ പഠിച്ചതാണ്. പോയിന്റേഴ്സ് ആൻഡ് അറേസ് ഇൻ സി. നമ്മൾ അറേ പോയിന്റർ ആ ഒരു കൺസെപ്റ്റ് ഓൾറെഡി സിയിൽ നിങ്ങൾ സെക്കൻഡ് സെമ്മിൽ പഠിച്ചു കഴിഞ്ഞ കാര്യങ്ങളാണ് ഇവിടെ ഒന്നും കൂടെ ഓർമ്മിപ്പിക്കുന്നത്. ഓക്കെ, നമ്മൾ ഇൻഡ് എന്നെ ഡിക്ലെയർ ചെയ്ത് അത് ഏത് ഡാറ്റ ടൈപ്പാണ്? ഇൻഡിജർ ഡാറ്റ ടൈപ്പാണ്. ഇൻഡ് സ്റ്റാർ ഓഫ് എ. ഇത് പറയുന്നതിന് വേറൊന്നും കൊണ്ടല്ല, ഇനി അങ്ങോട്ടേക്ക് നമ്മൾ ഡാംഗ്ലിംഗ് റെഫറൻസ് പഠിക്കുന്നുണ്ട്.
ഈ മൊഡ്യൂളിൽ തന്നെ. അതുപോലെ ഗാർബേജ് കളക്ഷൻ. അപ്പോൾ ഇതിന്റെ ഒരു ചെറിയൊരു ബേസ് അറിഞ്ഞിരിക്കണം. അതിനു വേണ്ടിയിട്ടാണ് ഇവിടെ ജസ്റ്റ് അതൊന്ന് പറയുന്നത്. ഇൻഡ് എന്ന് പറയുമ്പോൾ എന്താണ്, n ഇന്റിജർ ആയിട്ട് ഡിക്ലെയർ ചെയ്യും. അത് നിങ്ങൾക്കറിയാം. ഇൻഡ് സ്റ്റാർ എന്ന് പറയുമ്പോൾ എന്താണ്, ഇതൊരു ഒരു പോയിന്റർ ആണ്, പോയിന്റർ ഇന്റിജർ ആണ്. ഇൻഡ് ബി ഓഫ് 10 എന്ന് പറയുമ്പോൾ എന്താണ്, അറേ ഓഫ് 10 ഇന്റിജർ. ഓക്കെ, ഇത് നമുക്കറിയാം. ഇനി ഈ താഴെ പറഞ്ഞിരിക്കുന്ന എല്ലാ ഇതും വാലിഡ് ആണ്. എ ഈക്വൽ ടു ബി എന്ന് പറയുമ്പോൾ എന്താണ്, ബിയുടെ വാല്യൂ എയിലേക്ക് സ്റ്റോർ ചെയ്യും. അത് നിങ്ങൾക്കറിയാം. ഓക്കെ, മേക്ക് എ പോയിന്റ് ടു ദ ഇനീഷ്യൽ എലമെന്റ് ഓഫ് ബി. ഇങ്ങനെ ചെയ്താൽ എന്താണ്, ഇവിടെ സാധാരണ കേസിൽ എ ഈക്വൽ ടു ബി എന്ന് പറയുമ്പോൾ ബിയിലെ വാല്യൂ എയിലേക്ക് പോകും. പക്ഷെ ഇവിടെ എ എന്താണ്, ഒരു പോയിന്റർ ആണ്. ഇവിടെ ബി എന്താണ്, ഒരു അറയാണ്. ഇപ്പോൾ ഇവിടെ എ ഈക്വൽ ടു ബി എന്ന് പറയുമ്പോൾ എന്താ ആക്ച്വലി സംഭവിക്കുന്നത്, മേക്ക് എ പോയിന്റ് ടു ദ ഇനീഷ്യൽ എലമെന്റ് ഓഫ് ബി. ഓക്കെ, ഒരു എന്താണ്, ഒരു എന്താണ് ബി, അതായത് ഒരു ഇനീഷ്യൽ എലമെന്റ് പോയിന്റ് ചെയ്തിരിക്കുകയാണ് ചെയ്യുന്നത് ഇവിടെ. ഓക്കെ, ഇവിടെ എ എന്ന് പറയുന്ന ഒരു പോയിന്റർ ആണ്. ഓക്കെ, ഇനി n ഈക്വൽ ടു എ ഓഫ് 3 എന്ന് പറയുമ്പോൾ എന്താ നടക്കുന്നത്, എ ഓഫ് 3യിലുള്ള വാല്യൂ എന്നിലേക്ക് പോയി. അത് നിങ്ങൾക്ക് അറിയുന്ന കാര്യമാണ്. ഇനി നമ്മൾ പോയിന്റർ വെച്ചിട്ട് എങ്ങനെയാണ് ചെയ്യുന്നത്, നമുക്ക് എ ഓഫ് 3യിലുള്ള വാല്യൂ എന്നിലേക്ക് പോകണമെങ്കിൽ നിങ്ങൾ പോയിന്റർ യൂസ് ചെയ്തിട്ട് എങ്ങനെയാണ് ചെയ്യാറ്, സ്റ്റാർ ഓഫ് എ പ്ലസ് 3 എന്ന് വെച്ചാൽ എന്താണ്, ഇങ്ങനെയല്ലേ നമ്മൾ പോയിന്റർ യൂസ് ചെയ്തിട്ട് വാല്യൂ ആക്സസ് ചെയ്യുന്നത്. വാല്യൂ ആക്സസ് ചെയ്യുന്നത് എങ്ങനെയാണ്, സ്റ്റാർ ഓഫ് എ പ്ലസ് 3 എന്ന് പറയുമ്പോൾ എന്താണ്, ഇവിടെ ഇത് എ പോയിന്റർ ആയിട്ടാണ് ഡിക്ലെയർ ചെയ്തിരിക്കുന്നത്. സ്റ്റാർ ഓഫ് എ പ്ലസ് 3 എന്ന് പറയുമ്പോൾ ഏതിന് ഇക്വലന്റ് ആണ്, എ ഓഫ് 3ക്ക് ഇക്വലന്റ് ആണ്. സോ എ ഓഫ് 3 എന്ന് പറയുന്നതിന്റെ എന്താണോ വാല്യൂ സ്റ്റോർ ചെയ്തിരിക്കുന്നത് അതേ വാല്യൂനായിരിക്കും നമുക്ക് ഇവിടെയും കിട്ടുക. പോയിന്റർ വെച്ചിട്ട് നമ്മൾ ആക്സസ് ചെയ്യുമ്പോൾ സ്റ്റാർ വെച്ചിട്ടാണ് വാല്യൂ ആക്സസ് ചെയ്യുന്നത്. അതിന്റെ അഡ്രസ് ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട് ആംപർസാൻഡ് യൂസ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. ഓക്കെ, ഇവിടെ ഇത് എന്തുകൊണ്ടാണ് സാധിച്ചത്, എ ഓഫ് 3 എന്തുകൊണ്ടാണ് പറയാൻ പറ്റിയത്, ഇങ്ങനെയൊരു അസൈൻമെന്റ് ഇവിടെ നടത്തിയത് കൊണ്ട് മാത്രമാണ് നിങ്ങൾക്ക് n ഈക്വൽ ടു എ ഓഫ് 3 എന്ന് കൊടുക്കാൻ പറ്റിയത്. അല്ലെങ്കിൽ ഒരിക്കലും എ ഓഫ് 3 എന്ന് കൊടുക്കാൻ പറ്റില്ല. കാരണം എ ഇവിടെ പോയിന്റർ ആയിട്ടാണ് ഡിക്ലെയർ ചെയ്തിരിക്കുന്നത്. എ ഓഫ് 3 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ എറർ കാണിക്കും. പക്ഷെ ഇവിടെ അതിനു മുന്നേ എന്ത് ചെയ്തിട്ടുണ്ട്, എ ഈക്വൽ ടു ബി എന്ന് പറയുന്ന ഒരു അസൈൻമെന്റ് ഇവിടെ പോസിബിൾ ആക്കിയിട്ടുണ്ട്. ഫസ്റ്റ് പോയിന്റ് ചെയ്തിട്ടുണ്ട്, അതായത് ബിയുടെ ഫസ്റ്റ് ഇത് എനെ പോയിന്റ് ചെയ്യുന്ന രീതിയിൽ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അതുകൊണ്ടാണ് എന്ത് ചെയ്ത് എ ഓഫ് 3 എന്ന് പറയുമ്പോൾ എന്ത് കാണിക്കാതെ, എറർ കാണിക്കാതെ. ഓക്കെ, അപ്പൊ നമുക്കിനി അടുത്ത എന്താ, പോയിന്റർ യൂസ് ചെയ്തിട്ട് എങ്ങനെ ആക്സസ് ചെയ്യാം, സ്റ്റാർ എ ഓഫ് എ പ്ലസ് 3 എന്ന് പറയുമ്പോൾ ഇക്വലന്റ് ടു എ ഓഫ് 3ക്ക് ഇക്വലന്റ് ആണ്. ഇനി ബി ഓഫ് 3 എന്ത് ചെയ്യാൻ പറ്റും, n ഈക്വൽ ടു എന്നിലേക്ക് ബി ഓഫ് 3 വാല്യൂ കൊടുക്കാൻ പറ്റും. ഇനി എന്താണ്, n ഈക്വൽ ടു സ്റ്റാർ ഓഫ് ബി പ്ലസ് 3. അത് ഇക്വലന്റ് എന്തിനാണ്, പ്രീവിയസ് ലൈൻ, അതായത് ബി ഓഫ് 3 എന്താണോ ചെയ്യുന്നത് അതേ കാര്യം തന്നെയാണ് സ്റ്റാർ ഓഫ് ബി പ്ലസ് 3യും ചെയ്യുന്നത്. ഓക്കെ, ഇതൊക്കെ നിങ്ങൾ ഓൾറെഡി പഠിച്ച കാര്യങ്ങളാണ്. അതൊന്നും കൂടെ ഓർമ്മിപ്പിച്ചു എന്നുള്ളൂ. പോയിന്ററിൽ വാല്യൂ ആക്സസ് ചെയ്യാൻ സ്റ്റാർ വെച്ചിട്ടാണ് ചെയ്യുന്നത്, അഡ്രസ് ആക്സസ് ചെയ്യാൻ ആംപർസാൻഡ് വെച്ചിട്ടാണ് ചെയ്യുന്നത്. അറേന്റെ കേസും നമ്മളിവിടെ പറഞ്ഞു. അറേയിൽ ഇങ്ങനെ നമുക്ക് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്താ, ഇത് ഈക്വലൻ എന്നുള്ള രൂപത്തിൽ ബി ഈക്വൽ ടു എ എന്ന് പറയുമ്പോൾ ബി എന്താണ്, ബി എന്ന് പറയുന്ന അറേനെ എ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, റെഫർ ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി അടുത്തതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്ക് വരുന്നത് അങ്ങോട്ടേക്ക്, ഡാംഗ്ലിംഗ് റെഫറൻസ്. നമ്മളിത് ഫസ്റ്റ് മോഡ്യൂളിലൊക്കെ എവിടെയൊക്കെയോ ഡാംഗ്ലിംഗ് റെഫറൻസ് എന്ന് പറയുന്ന കാര്യം കേട്ടിട്ടുണ്ട്. എന്താണ് ഈ ഡാംഗ്ലിംഗ് റെഫറൻസ്? എ ഡാംഗ്ലിംഗ് റെഫറൻസ് ഇസ് എ ലൈവ് പോയിന്റർ ദാറ്റ് നോ ലോങ്ങർ പോയിന്റ് ടു എ വാലിഡ് ഒബ്ജക്റ്റ്. അതായത് ഡാംഗ്ലിംഗ് റെഫറൻസ് എന്ന് പറയുന്നത്, നമ്മളിപ്പോൾ പോയിന്റർ എന്താ ചെയ്യുന്നത്, ഏതോ ഒരു മെമ്മറി ലൊക്കേഷനെ പോയിന്റ് ചെയ്തിരിക്കുകയല്ലേ, ആ മെമ്മറി ലൊക്കേഷനിലെ വാല്യൂവിനല്ലേ നമ്മളവിടെ പോയിന്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഡാംഗ്ലിംഗ് റെഫറൻസ് എന്ന് പറയുന്നത് ഒരു ലൈവ് പോയിന്റർ ആണ്. അതായത് അങ്ങനെ ഒരു പോയിന്റർ ഇപ്പോൾ ആക്റ്റീവ് ആണ്. ഫോർ എക്സാമ്പിൾ ഇൻഡ് സ്റ്റാർ പി എന്ന് പറയുമ്പോൾ പി എന്ന് പറയുന്ന ഒരു പോയിന്റർ ലൈവ് ആയിട്ട് ഇപ്പോൾ ഉണ്ട്. ഓക്കെ, പക്ഷെ അതെന്താ, നോ ലോങ്ങർ പോയിന്റ് ടു എ വാലിഡ് ഒബ്ജക്റ്റ്. അത് പോയിന്റ് ചെയ്തിരിക്കുന്ന ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് ഇപ്പോൾ വാലിഡ് അല്ല. ഓക്കെ, ആദ്യം എന്താണ്, സ്റ്റാർ പി എന്ന് പറയുന്ന പോയിന്റർ ഒരു ഒബ്ജക്റ്റിനെ പോയിന്റ് ചെയ്തു. ഫോർ എക്സാമ്പിൾ 5 എന്ന് പറയുന്ന ഒരു ഒബ്ജക്റ്റിനെയാണ് പോയിന്റ് ചെയ്തതെങ്കിൽ അത് വാലിഡ് ആണ്. ഓക്കെ, അതായത് ആദ്യം അതെന്താണ്, പി എന്ന് പറയുന്ന പോയിന്റർ യൂസ് ചെയ്തിട്ട് ഞാനൊരു 5 എന്ന് പറയുന്ന ഒരു ഒബ്ജക്റ്റിനെയാണ് പോയിന്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, കുറച്ച് സമയത്തേക്ക് പി എപ്പോഴും 5നെ പോയിന്റ് ചെയ്തിരുന്ന രീതിയിലാണ് ഉണ്ടായിരുന്നത്. കുറച്ച് കഴിഞ്ഞപ്പോൾ 5 നമ്മൾ പിന്നെ എന്താണ് അവിടുന്ന് ഡിലീറ്റ് ചെയ്യോ എന്തെങ്കിലുമൊക്കെ കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ടും പി എന്ന് പറയുന്ന പോയിന്റർ സെയിം ഒബ്ജക്റ്റിനെ മെമ്മറി ലൊക്കേഷനെ പോയിന്റ് ചെയ്യാണ്. 5 എവിടെയാണോ ഉള്ളത് അവിടെ പോയിന്റ് ചെയ്യാണ്. പക്ഷെ അവിടെ 5 എന്ന് പറയുന്ന സാധനം ഇല്ല. അതിപ്പോൾ നോ ലോങ്ങർ ആക്റ്റീവ് ആണ്. അങ്ങനെ ഒരു ഒബ്ജക്റ്റ് അവിടെ ഇല്ല. ഓക്കെ, 5 എന്ന് പറയുന്ന ഒരു ഒബ്ജക്റ്റ് ഇല്ല. പക്ഷെ ഈ പി എന്ന് പറയുന്ന പോയിന്റർ ഇപ്പോഴും ലൈവ് ആയി കിടക്കുവാണ്. ദാറ്റ് മീൻസ് എന്താണ്, അവിടെ ഒരു മെമ്മറി വേസ്റ്റേജ് അല്ലേ ശരിക്കും വരുന്നത്.
പി എന്ന് പറയുന്ന ഒബ്ജക്ട്, പി എന്ന് പറയുന്ന പോയിന്റർ ഇപ്പൊ എന്തോ ഒരു സാധനത്തിനെ പോയിന്റ് ചെയ്തിരിക്കുന്നുണ്ട്. പക്ഷെ പോയിന്റ് ചെയ്തിരിക്കുന്ന സാധനം എന്ന് പറയുന്നത് ഇപ്പൊ അവിടെ ഇല്ലാത്തൊരു സാധനമാണ്. ഓക്കെ, പി എന്ന് പറയുന്ന പോയിന്റർ ഇപ്പോഴും ലൈവായിട്ട് ആക്റ്റീവ് ആണ്. ഓക്കെ, അങ്ങനെയുള്ള റെഫറൻസിനെയാണ് എന്ത് പറയുന്നത്? നമ്മൾ സാധാരണ പോയിന്റ് ചെയ്തിരിക്കുന്നുണ്ടെങ്കിൽ അവിടെ എന്തെങ്കിലും ഒബ്ജക്റ്റ് ഉണ്ടായിരിക്കണം, എന്നൊക്കെ മാത്രമേ നമുക്ക് കാര്യമുള്ളൂ. നമ്മളിപ്പോ ഒരു പോയിന്റർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, അത് ലൈവായിട്ട് ആക്റ്റീവ് ആയിട്ടുണ്ട്, പക്ഷെ എന്താണ്, അത് പോയിന്റ് ചെയ്തിരിക്കുന്ന സാധനം അവിടെ ഇല്ല, അങ്ങനെ ഒരു ഒബ്ജക്റ്റേ ഇല്ല. അത് എങ്ങനെയൊക്കെയോ ഡിലീറ്റോ എന്തൊക്കെയോ ചെയ്ത് കഴിഞ്ഞ് പോയി. പക്ഷെ എന്താണ്, ഇനി ആർക്കെങ്കിലും ആ ഒരു പി പോയിന്റ് ചെയ്തിരിക്കുന്ന മെമ്മറി ലൊക്കേഷനെ യൂസ് ചെയ്യാൻ പറ്റുമോ? കാരണം എന്താണ്, എപ്പോഴും നോക്കുമ്പോഴും പി എന്തോ ഒരു സാധനത്തിനെ പോയിന്റ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എന്താണ്, അവിടെ എന്തോ ഒബ്ജക്റ്റ് ഉണ്ട് എന്നുള്ള രൂപത്തിലാണ് വിചാരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഡാംഗ്ലിംഗ് റെഫറൻസ് എന്ന് പറയുന്നത് ഒരു റെഫറൻസ് ഉണ്ട് ലൈവായിട്ട്, പക്ഷെ അത് ഒരു ഒബ്ജക്റ്റിനെയും ഇപ്പോൾ പോയിന്റ് ചെയ്യുന്നുണ്ട്, പക്ഷെ പോയിന്റ് ചെയ്യുന്ന ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് വാലിഡ് അല്ല, അങ്ങനെ ഒരു ഒബ്ജക്റ്റ് അവിടെ ഇല്ല. അങ്ങനെയുള്ള റെഫറൻസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഡാംഗ്ലിംഗ് റെഫറൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അതിന് എക്സാമ്പിൾ ആയിട്ട് നിങ്ങൾ ഇവിടെ നോക്കി, ഇൻഡ് ഡാംഗ്ലിംഗ് റെഫറൻസ് വരുന്ന, അതായത് ഡാംഗ്ലിംഗ് റെഫറൻസ് ഉണ്ടാക്കുന്ന രണ്ട് പ്രോഗ്രാംസ് ആണ് നമ്മൾ ഇനി പറയാൻ പോകുന്നത്. ഇൻഡ് i ഈക്വൽ ടു 3, ഐയുടെ വാല്യൂ 3 ആണ്. ഇനി സ്റ്റാർ പി ഈക്വൽ ടു അഡ്രസ് ഓഫ് ഐ എന്ന് വെച്ചാൽ എന്താണ്, പി ഇപ്പൊ എന്തിനെ പോയിന്റ് ചെയ്യുന്നുണ്ട്? 3നെ പോയിന്റ് ചെയ്തിരിക്കുന്നു. ഞാൻ അഡ്രസ് ഓഫ് ഐ എന്ന് പറയുമ്പോൾ ഐയുടെ അഡ്രസ് 4000 ആണെങ്കിൽ 4000 വാല്യൂ ആണ് 3. അപ്പോൾ ഈ പി എന്ന് പറയുന്ന പോയിന്റർ പോയിന്റ് ചെയ്തിരിക്കുന്നത് ഏതിനെയാണ്? 3നെയാണ് പോയിന്റ് ചെയ്തിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് എന്തൊക്കെയോ കാര്യങ്ങൾ നടന്നു. ഇവിടെ ഏതൊരു ഫംഗ്ഷന്റെ ബോഡിയാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്, അത് അവിടെ വെക്കട്ടെ, ഇങ്ങനെ പോയി. അത് കഴിഞ്ഞിട്ട് നമ്മൾ ആ ഫംഗ്ഷനെ കോൾ ചെയ്യുന്നത് ഇവിടെ നിന്നാണ് കേട്ടോ. ഓക്കെ, ഇനി സ്റ്റാർ പി എന്ന് പറയുമ്പോൾ ഓട്ടോമാറ്റിക്കലി എന്ത് പ്രിന്റ് ചെയ്യും? 3 പ്രിന്റ് ചെയ്യും. അത് കഴിഞ്ഞിട്ട് ഫൂ എന്ന് പറയുന്ന ഒരു ഫംഗ്ഷനെ കോൾ ചെയ്തു. ഫൂ എന്ന് പറയുന്ന ഒരു ഫംഗ്ഷനെ കോൾ ചെയ്തപ്പോൾ ഇങ്ങോട്ടേക്ക് പോയി. ഇങ്ങോട്ടേക്ക് പോയപ്പോൾ അതിന്റെ ഫംഗ്ഷന്റെ ബോഡിയിൽ എന്താ എഴുതിയിരിക്കുന്നത്? എന്നിന്റെ വാല്യൂ 5 ആണെന്ന് എഴുതിയിട്ടുണ്ട്. പി ഈക്വൽ ടു സ്റ്റാർ എൻ, സോറി ആംബർസാൻഡ് എൻ എന്ന് കൊടുത്തിരിക്കുന്നത്. അങ്ങനെ പറഞ്ഞാൽ എന്താണ്, എന്നിന്റെ വാല്യൂ 5 ആണ്. ഈ പിന്നെ എന്താണ് കൊടുത്തിരിക്കുന്നത്? പി പോയിന്റ് ചെയ്തിരിക്കുന്നത് ഏത് അഡ്രസ്സിനെയാണ്? എന്നിന്റെ അഡ്രസ്സിനെയാണ് പോയിന്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, എന്നിന്റെ അഡ്രസ്സിനെയാണ് പോയിന്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും പിയിലുള്ള വാല്യൂ എന്തായിരിക്കും? 5 ആയിരിക്കുമല്ലോ. പിയിലുള്ള വാല്യൂ എന്തായിരിക്കും? പി പോയിന്റ് ചെയ്തിരിക്കുന്ന വാല്യൂ 5 ആയിരിക്കും. മാറി, പിന്റെ റെഫറൻസ് മാറി. ഇവിടെ പിന്റെ റെഫറൻസ് എന്തായിരുന്നു? ഐ ആയിരുന്നു. ഇവിടെ പിന്റെ റെഫറൻസ് എൻ ആണ്. സോ പിയുടെ റെഫറൻസ് മാറി. ഓക്കെ, മാറി കഴിഞ്ഞപ്പോൾ ഈ ഒരു ഫംഗ്ഷൻ ഈ ഒരു ഇത് കൊണ്ട് കഴിയുമല്ലോ. ഇത് കഴിയുമ്പോഴേക്ക് ഈ എന്നിന്റെ എൻ ഡിക്ലെയർ ചെയ്തിരിക്കുന്നത് എവിടെയാണ്? ഈ ഫംഗ്ഷന്റെ ഉള്ളിൽ മാത്രമാണ് എൻ ഡിക്ലെയർ ചെയ്തിരിക്കുന്നത്. എന്നിന്റെ ലൈഫ്, അതായത് എൻ്റെ ലൈഫ് സ്പാൻ എന്ന് പറയുന്നത് എന്താണ്? ലൈഫ് ടൈം എന്ന് പറയുന്നത് ഈ ഒരു ഫംഗ്ഷനോട് കൂടെ തീർന്നു. ഓക്കെ, ഈ ഒരു ഫംഗ്ഷൻ കഴിഞ്ഞപ്പോൾ എൻ ഇല്ലാണ്ടായി. ഓക്കെ, എൻ ഇല്ലാണ്ടായി. പക്ഷെ പി എന്തിനെ പോയിന്റ് ചെയ്തിരിക്കുന്നുണ്ട്? ഇപ്പോൾ എന്നിനെയാണ് പോയിന്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, പക്ഷെ എൻ ഇവിടെ തീർന്നു. എന്നിന്റെ ലൈഫ് ടൈം ഈ ഒരു ഫംഗ്ഷനോട് കൂടെ അത് കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ച് എവിടെയാണോ വിളിച്ചത്, ഇവിടെ നിന്നല്ലേ വിളിച്ചത്, തിരിച്ച് ഇങ്ങോട്ടേക്ക് വന്നു. ഇങ്ങോട്ടേക്ക് വന്ന് പിന്നെ ഇവിടുത്തെ എന്തൊക്കെയോ എക്സിക്യൂട്ട് ചെയ്തു. പിന്നെ നമ്മൾ പീനെ പ്രിന്റ് ചെയ്യാൻ പോവാണ്. ഇപ്പൊ പി എന്തിനാണ് ആക്ച്വലി പോയിന്റ് ചെയ്തിട്ടുള്ളത്? എന്നിനെയാണ് പോയിന്റ് ചെയ്തിട്ടുള്ളത്. കാരണം ഈ ഒരു ഫംഗ്ഷനിൽ എത്തുമ്പോഴേക്ക് എന്നിനെ പോയിന്റ് ചെയ്യുന്ന, ഐയുടെ പോയിന്റ് മാറി എന്നിലെ പോയിന്റ് ചെയ്യുന്ന രീതിയിലായി മാറി. പക്ഷെ എന്നിന്റെ ലൈഫ് സ്പാൻ എന്ന് പറയുന്നത് ഇവിടെ കൊണ്ട് തീർന്നു. കാരണം എന്നിന്റെ ലൈഫ് സ്പാൻ കഴിയാന്ന് വെച്ചാൽ ഇപ്പൊ എന്താണ്, ആ എന്നിന്റെ ആ ലൊക്കേഷനിൽ 5 ഉണ്ടാവണം നിർബന്ധമില്ല, വേറെ എന്തെങ്കിലുമൊക്കെ വാല്യൂ ആയിരിക്കും. കാരണം ഇൻ കേസ് ഇവിടെ നമ്മൾ വേറെ എൻ യൂസ് ചെയ്തിട്ട് വേറെ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്നിന്റെ വാല്യൂ സ്വാഭാവികമായിട്ട് മാറും. അല്ലെങ്കിൽ എന്നിന്റെ ലൈഫ് സ്പാൻ കഴിഞ്ഞു, അല്ലെങ്കിൽ എന്താണ്, സോറി ഇവിടെ എന്നിന്റെ ലൈഫ് സ്പാൻ കഴിഞ്ഞു, പിന്നെ നമുക്ക് എന്നെ വേറെ സ്ഥലത്തൊന്നും നമ്മൾ യൂസ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അത് കഴിഞ്ഞപ്പോൾ പി പോയിന്റ് ചെയ്തിരിക്കുന്നത് ഇപ്പൊ എന്തിനാണ്? എന്നിനെയാണ് പോയിന്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, എന്നിൽ അങ്ങനെ ഒരു വാല്യൂ ഉണ്ടോ നമുക്കറിയില്ല, പക്ഷെ പി ഇപ്പോഴും എന്നിനെയാണ് പോയിന്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവിടെ എന്താണ്, ഒരു ഡാംഗ്ലിംഗ് റെഫറൻസ് ആണ് വരുന്നത്. അൺഡിഫൈൻഡ് ബിഹേവിയർ ആണ്, കാരണം എന്നെ നോ ലോങ്ങർ എലൈവ് ആണ് അവിടെ. ഓക്കെ, എന്നിന്റെ ലൈഫ് സ്പാൻ ഇവിടെ കഴിഞ്ഞതുകൊണ്ട്. അപ്പൊ ഇതൊരു ഡാംഗ്ലിംഗ് റെഫറൻസിന് ഒരു എക്സാമ്പിൾ ആണ്. ഓക്കെ, ഇനി അടുത്തൊരു ഡാംഗ്ലിംഗ് റെഫറൻസിന് ഒരു എക്സാമ്പിൾ ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. നമ്മളൊരു പുതിയ സ്റ്റാർ പി ഒരു വേറെ ലാംഗ്വേജ്, ഒരു ന്യൂ ഇൻഡ് എന്ന് പറയുന്ന ഒരു ഇതിലായിട്ട് കൊടുത്തു. നമ്മളിവിടെ ന്യൂ വെച്ചിട്ട് പോയിന്റർ ക്രിയേറ്റ് ചെയ്യാലോ CPP-ൽ, അതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഇനി അതിന്റെ വാല്യൂ, പിന്റെ വാല്യൂ 3 ആയിട്ട് കൊടുത്തു. ഇനി എന്ത് ചെയ്തു? ആ പി പ്രിന്റ് ചെയ്തു. അപ്പൊ 3 നമുക്ക് എന്താണ് പ്രിന്റ് ചെയ്ത് വരും. ഏതില്? സ്ക്രീനിൽ പ്രിന്റ് ചെയ്ത് വരും. ഇനി നമ്മൾ ആ പീനെ അങ്ങ് ഡിലീറ്റ് ചെയ്തു. അതായത് പീനെ ഡിലീറ്റ് ചെയ്യാൻ മീൻസ് ഇവിടെ എന്താ നടക്കുന്നത്? പീക്ക് അലോക്കേറ്റ് ചെയ്ത മെമ്മറി ലൊക്കേഷൻ അങ്ങ് ഡിലീറ്റ് ചെയ്യാണ് ഇവിടെ നടക്കുന്നത്. ദാറ്റ് മീൻസ് ഇപ്പൊ എന്താണ്, പിയിൽ എന്താണ് 3 വാല്യൂ ഉണ്ട് എന്ന് പറയാൻ പറ്റില്ല. നമ്മളൊരു പി സാധനമേ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. അതിനുശേഷം പിന്നെയും നിങ്ങൾ പി ഡിലീറ്റ്
പ്രിന്റ് ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ എന്താണ് അൺഡിഫൈൻഡ് ബിഹേവിയർ ആയിരിക്കും. കാരണം എന്താണ് പി എന്താണ് റിക്ലെയിം ചെയ്ത് കഴിഞ്ഞു. അങ്ങനെ ഒരു പി എന്ന് പറയുന്ന മെമ്മറി ലൊക്കേഷനെ അവിടെ ഇല്ല. പിന്നെയും അതിനെ പോയിന്റ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഒരു മെമ്മറി ലൊക്കേഷനേ ഇല്ല. ഇതും എന്താണ് ഡാംഗ്ലിംഗ് റെഫറൻസിന് എക്സാമ്പിൾ ആണ്. ഓക്കെ, അപ്പൊ ഈ രണ്ട് എക്സാമ്പിൾ ഡാംഗ്ലിംഗ് റെഫറൻസ് എന്താന്ന് പറയാം, അതിന് രണ്ട് എക്സാമ്പിൾ പറയാം. ഇനി അടുത്തത് നമ്മൾ ഈ ഡാംഗ്ലിംഗ് രണ്ട് മെക്കാനിസം യൂസ് ചെയ്ത് നമുക്ക് ഡാംഗ്ലിംഗ് പോയിന്റേഴ്സിനെ ക്യാച്ച് ചെയ്യാൻ പറ്റും. ഓക്കെ, അങ്ങനെ ഡാംഗ്ലിംഗ് പോയിന്റേഴ്സ് വരുന്ന കേസിൽ നമുക്കത് മനസ്സിലാക്കാൻ പറ്റും. ടൈം സ്റ്റോൺ അല്ലെങ്കിൽ ലോക്ക് ആൻഡ് കീസ് മെക്കാനിസം യൂസ് ചെയ്തിട്ട് നമുക്ക് ഡാംഗ്ലിംഗ് പോയിന്റേഴ്സിനെ ക്യാച്ച് ചെയ്യാൻ പറ്റും. ഇതെല്ലാം പിക്ചർ റെപ്രസെന്റേഷൻ ആണ്, എല്ലാം പിക്ചർ വെച്ചിട്ട് പഠിച്ചാൽ മതി. ഈ കേസിലൊന്നും നിങ്ങൾ ടെക്സ്റ്റ് വായിക്കണം എന്ന് എനിക്ക് തോന്നുന്നില്ല. ഈ വെച്ച ഇത് വെച്ചിട്ട് നിങ്ങൾ തന്നെ അങ്ങ് എഴുതിയാൽ മതി. അതിന് ഈ ഒരു ക്ലാസ് ജസ്റ്റ് അല്ലെങ്കിൽ എന്താണെന്ന് അറിഞ്ഞിരിക്കണം. ഇതാണ് ടൈം സ്റ്റോൺ എന്ന് പറയുന്ന മെക്കാനിസം യൂസ് ചെയ്ത് നമുക്ക് ഡാംഗ്ലിംഗ് റെഫറൻസിനെ ക്യാച്ച് ചെയ്യാൻ പറ്റും, കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു മെക്കാനിസമാണ് ഇത്. ഇതില് എന്താണ് നമ്മളിവിടെ ഒരു പുതിയൊരു PTR ക്രിയേറ്റ് ചെയ്തു. ഇത് എന്താണ് അടയിലുള്ള ഡിക്ലറേഷൻ ആണ് ഇവിടെ കാണിച്ചത്. സോറി, പാസ്കലിലെ ഡിക്ലറേഷൻ ആണ്. പാസ്കലിൽ പുതുതായിട്ടൊരു പോയിന്റർ ക്രിയേറ്റ് ചെയ്തു. അത് ന്യൂ ഓപ്പറേറ്റർ വെച്ചിട്ട് ചെയ്തു. മൈ PTR എന്ന് പറയുന്ന ഒരു പോയിന്റർ ക്രിയേറ്റ് ചെയ്തു. അതെന്തിനാണ്? ഒരു മെമ്മറി ലൊക്കേഷനെയാണ്. ഇതിനെയാണ് സ്റ്റോൺസ് എന്ന് വെച്ചിട്ട് അവർ പറയുന്നത് കേട്ടോ. സ്റ്റോൺസ് എന്നുള്ള രൂപത്തിൽ അവർ കാണിച്ചിരിക്കുന്നത് ഇതിനാണ്. ഇത് നമ്മളൊരു മെമ്മറി പോയിന്റ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു മൈ PTR എന്ന് പറയുന്ന പോയിന്റർ PTR2 കൂടെ അസൈൻ ചെയ്തു. അപ്പൊ രണ്ട് പോയിന്ററും എന്തിനാണ് പോയിന്റ് ചെയ്തിരിക്കുന്നത്? മൈ PTR എന്നും PTR2 എന്തിനാണ് പോയിന്റ് ചെയ്തിരിക്കുന്നത്? സെയിം എന്തിനെ പോയിന്റ് ചെയ്തു? മെമ്മറി ലൊക്കേഷനെയാണ് പോയിന്റ് ചെയ്തിരിക്കുന്നത്. ഇനി ഞാൻ ഡിലീറ്റ് മൈ PTR എന്ന് പറയുമ്പോൾ എന്ത് ഡിലീറ്റ് ചെയ്തു പോയി? ഫസ്റ്റത്തെ ഈ PTR എന്ന് പറയുന്ന സാധനം ഡിലീറ്റ് ചെയ്തു. അതിനുള്ള കമ്മ്യൂണിക്കേഷൻ കണക്ഷൻ എന്തായി? ഇവിടെ മിസ്സായി. അതായത് ഇവിടെ മിസ്സാകുമ്പോൾ ഓട്ടോമാറ്റിക്കലി എന്താണ് മൈ PTR ആണ് PTR2 പോയിന്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ് ഓട്ടോമാറ്റിക്കലി എന്തും ചെയ്തു? ഈ PTR2 പോയിന്റ് ചെയ്തിരിക്കുന്ന കണക്ഷൻ ഇങ്ങോട്ടേക്കാണ്. ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ഒരു കണക്ഷൻ ഉണ്ടെങ്കിൽ മാത്രമേ എന്താണ് ആ ഒരു മെമ്മറി ലൊക്കേഷനെ റെഫർ ചെയ്യാൻ പറ്റും. അതിനിടയിൽ ഒരു സ്റ്റോൺസ് ആയിട്ടാണ് ഇവർ ഒരു മെക്കാനിസം കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഡിലീറ്റ് മൈ PTR എന്ന് പറയുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഇതിന്റെ കണക്ഷൻ ഇങ്ങോട്ടേക്ക് എന്തായി? ഡിലീറ്റ് ആവുകയെന്ന് വെച്ചാൽ ഇതിന്റെ കണക്ഷൻ ഡിലീറ്റ് ആയി കഴിഞ്ഞാൽ ഇതുവഴിയാണ് എന്തായി? ഇതിനെയാണ് എന്തിലോട്ട് അസൈൻ ചെയ്ത്? PTR2 അസൈൻ ചെയ്ത്. ഓട്ടോമാറ്റിക്കലി എന്താണ് ഇത് ഇങ്ങോട്ടുള്ള കണക്ഷനും എന്തായി? ഡിലീറ്റ് ആയി പോകും. ഇത് ഇങ്ങോട്ടുള്ള കണക്ഷനും ഡിലീറ്റ് ആവും. ഓക്കെ, പക്ഷെ എന്താണ് ഇപ്പോഴും എന്താണ് PTR2 ആരെ പോയിന്റ് ചെയ്യുന്നുണ്ട്? PTR2 സാധാരണ കേസിൽ ആദ്യത്തെ കേസിൽ എങ്ങനെയാ സംഭവിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ മൈ PTR ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാലും PTR2 എന്ന് പറയുന്ന സാധനം, PTR2 എന്ന് പറയുന്ന പോയിന്റർ എന്ത് ചെയ്യുമായിരുന്നു? മെമ്മറി ലൊക്കേഷനെ പോയിന്റ് ചെയ്യായിരുന്നു. ഓക്കെ, ഈ ഒരു സ്റ്റോൺ എന്ന് പറയുന്ന സാധനം ഇവിടെ ഇല്ലെങ്കിൽ PTR ഈ മെമ്മറി ലൊക്കേഷനെ പോയിന്റ് ചെയ്തു. ഇനി മൈ PTR2 അസൈൻ ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി എന്ത് സംഭവിക്കുന്നത്? മൈ PTRഉം ഇതിനെ പോയിന്റ് ചെയ്യും, PTR2 സെയിം ഇതിനെ തന്നെ പോയിന്റ് ചെയ്യും. ഡയറക്റ്റ് ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ഒരു പോയിന്റ് വരും. ഇതിനിടയിൽ ഈ സാധനം ഇല്ലെങ്കിൽ ഇപ്പൊ എന്താ സംഭവിക്കുന്നത്? മൈ PTRഉം PTR2ഉം ഇതുവഴിയാണ് പോകുന്നത്. കാരണം രണ്ടും സെയിം സാധനത്തിനെയാണ് പോയിന്റ് ചെയ്യുന്നത് കൊണ്ട് ഈ ഒരു സ്റ്റോൺ വഴിയാണ് ആ സെയിം മെമ്മറി ലൊക്കേഷനെ പോയിന്റ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഈ ഒരു സ്റ്റോൺ ഇല്ലെങ്കിൽ മൈ PTR സെപ്പറേറ്റ് ആയിട്ട് ഇതിനെ പോയിന്റ് ചെയ്യും, PTR2ഉം ഇതിനെ പോയിന്റ് ചെയ്യും. ഓക്കെ, രണ്ട് റെഫറൻസ് ഇതിലേക്ക് വരും. ഓക്കെ, ഇനി ഇവിടെ ഡിലീറ്റ് മൈ PTR ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി എന്താണ് മൈ PTR പോയിന്റ് ചെയ്തിരിക്കുന്ന ലൊക്കേഷൻ എന്തായി പോകണം? ഡിലീറ്റ് ആയി പോകണം. ഓക്കെ, ഫസ്റ്റ് കേസിലാണെങ്കിൽ നമ്മൾ ഡാംഗ്ലിംഗ് റെഫറൻസ് വരുന്ന കേസിൽ ടൈം സ്റ്റോൺ യൂസ് ചെയ്യുന്നില്ലെങ്കിൽ എന്താ സംഭവിക്കുക? മൈ PTRന്റെ ലിങ്ക് അവിടെ എന്ത് ചെയ്യും? കട്ടായി പോകും, ഈ ലൊക്കേഷൻ കട്ടാവും. പക്ഷെ ഇപ്പോഴും എന്താണ് ഈ ഒരു മെമ്മറി ലൊക്കേഷനെ ഡിലീറ്റ് ചെയ്ത് കളയും. ഡിലീറ്റ് മൈ PTR എന്ന് പറയുമ്പോൾ എന്താണ്? മൈ PTRന്റെ ആ ഒരു മെമ്മറി ലൊക്കേഷൻ ഡിലീറ്റ് ചെയ്ത് അങ്ങ് പോയി. പക്ഷേ PTR2 എന്ത് ചെയ്തിട്ടുണ്ടാവും? ഈ മെമ്മറി ലൊക്കേഷനെ പോയിന്റ് ചെയ്തുകൊണ്ടേ ഇരിക്കുന്നുണ്ടാവും, ഈ ഒരു സ്റ്റോൺ ഇവിടെ ഇല്ലെങ്കിൽ. ഓക്കെ, അങ്ങനെയാവുന്ന കേസിൽ PTR2ന്റെ കേസിൽ അതൊരു ഡാംഗ്ലിംഗ് റെഫറൻസ് ആണ്. കാരണം എന്താണ്? ഇവിടെ അങ്ങനെ ഒരു സാധനമേ ഇല്ല. അതിനാര് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു? ഈ ഒരു എക്സിക്യൂട്ട് ചെയ്യുമ്പോഴേക്ക് മൈ PTR അലോക്കേറ്റ് ചെയ്ത മെമ്മറി ലൊക്കേഷൻ ഡിലീറ്റ് ചെയ്തു. മൈ PTR അലോക്കേറ്റ് ചെയ്ത സെയിം പോയിന്റിനെ തന്നെയാണ് ആരും പോയിന്റ് ചെയ്തിരിക്കുന്നത്? PTR2ഉം പോയിന്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ മൈ PTR എന്താണ് ഡി അലോക്കേറ്റ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി PTR2ഉം ചെയ്യണം. ചെയ്തില്ലെങ്കിൽ എന്താ സംഭവിക്കുക? PTR2 എന്തിനെ പിന്നെയും പോയിന്റ് ചെയ്തിരിക്കും?
ആ ഒരു മെമ്മറി ലൊക്കേഷനെ പോയിന്റ് ചെയ്യും. അതൊരു ഡാംഗ്ലിംഗ് റെഫറൻസ് ആയിട്ട് വരും. ഇവിടെ എന്താണ് ഈ ഒരു സ്റ്റോൺ എന്ന് പറയുന്ന കൺസെപ്റ്റ് ഉള്ളത് കൊണ്ട് myPTR2 എന്ന് പറയുമ്പോൾ ഇതിലേക്കുള്ള ഒരു പോയിന്റ് കട്ടായി ഓട്ടോമാറ്റിക്കലി ഈ സ്റ്റോൺ എന്ത് ചെയ്യും, ഇങ്ങോട്ടേക്കുള്ള റെഫറൻസ് കട്ട് ചെയ്ത് കളയും. ഇങ്ങോട്ടേക്കുള്ള റെഫറൻസ് കട്ട് ചെയ്ത് കളയുമ്പോൾ PTR2 എപ്പോഴും ഈ ഒരു റെസ്റ്റിംഗ് പീസ് ആയ സ്റ്റോണിനെയാണ് പോയിന്റ് ചെയ്തിരിക്കുന്നത്. ഒരിക്കലും മെമ്മറിയിലേക്ക് പോയിന്റ് വരുന്നില്ല. അപ്പൊ ഇവിടെ ഡാംഗ്ലിംഗ് റെഫറൻസ് നമുക്ക് ഒഴിവാക്കാൻ പറ്റും ടൈം സ്റ്റോൺ എന്ന് പറയുന്ന കൺസെപ്റ്റ് വെച്ചിട്ട്. ഇനി അടുത്തത് ലോക്ക് ആൻഡ് കീ എന്ന് പറയുന്ന കൺസെപ്റ്റ് ആണ് നമ്മൾ പറയാൻ പോകുന്നത്. ഈ ലോക്ക് ആൻഡ് കീയിൽ കുറച്ചും കൂടെ അഡ്വാൻസ്ഡ് ആയിട്ടാണ് വരുന്നത്. myPTR നമ്മളൊരു റെഫറൻസ് കൗണ്ട് കൊടുക്കും. ഓക്കെ, ആ റെഫറൻസ് കൗണ്ട് ഇത് വെച്ചിട്ട് തന്നെയാണ് ഈ ഒരു ഒരു ലോക്കും കീയും ഉണ്ടാവും. ഈ കീ ആണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഈ കീ ഇപ്പോൾ PTR നമ്മളൊരു മെമ്മറി അലോക്കേറ്റ് ചെയ്തിട്ടുണ്ടാവും. അലോക്കേറ്റ് ചെയ്ത് ആ ഒരു പെർട്ടിക്കുലർ ഒരു കീ വെച്ചിട്ടാണ്. ആ കീ തന്നെയായിരിക്കും ഈ മെമ്മറി ലൊക്കേഷൻ്റെ അത് സെയിം ആണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട്. ഇനി ഇതുപോലെ തന്നെ myPTRഉം PTR2ഉം അലോക്കേറ്റ് ചെയ്യുന്ന കേസിൽ ആർക്കും ആ കീ കിട്ടും, PTRനും കിട്ടും, PTR2നും ആരുടെ കീ കിട്ടും, myPTRന്റെ ഇത് കിട്ടും. അപ്പൊ ഇതും എന്ത് ചെയ്യും, ഇതിലേക്ക് പോയിന്റ് ചെയ്തിരിക്കും. ഓക്കെ, സെയിം കീയിലേക്കാണ് പോയിന്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇനി ഡിലീറ്റ് myPTR എന്ന് പറയുമ്പോൾ എന്താ സംഭവിക്കുന്നത്, ആ ഒരു കീ എന്ന് പറയുന്ന സാധനം ഇവിടെ ഇത് ഡിലീറ്റ് ചെയ്ത് കളയുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഇങ്ങോട്ടുള്ള കണക്ഷൻ പോയി കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നത്, ഇതിലുള്ള വാല്യൂ, ഇതിന്റെ കീ വാല്യൂ ഇവിടെ പിന്നെ പോയിന്റ് ഉണ്ടാവില്ല. അതായത് ഇത് ഒറിജിൻ ആരുടേതാണ്, PTRന്റേതാണ്. അപ്പോൾ എന്താണ്, ആ കീ അവിടെ 0 ആയി മാറും. കീ അവിടെ 0 ആയി മാറുമ്പോൾ ഈ ഒരു പോയിന്റും ഈ ഒരു ഇതും തമ്മിൽ മിസ്മാച്ച് വരും. അപ്പോൾ എന്ത് ചെയ്യും, ആ ഡാംഗ്ലിംഗ് റെഫറൻസ് നമുക്ക് ഒഴിവാക്കാൻ പറ്റും. അല്ലെങ്കിൽ എന്താണ്, ഈ ഇതേ കീ തന്നെയാണ് ഇവിടെയെങ്കിൽ നമുക്ക് മനസ്സിലാവും ഇപ്പോഴും ഇത് ആക്റ്റീവ് ആണ് എന്നാണ് അതിന് അർത്ഥം. പക്ഷെ ഇപ്പൊ എന്താണ്, ഈ കീയുടെ വാല്യൂ മിസ്മാച്ച് ആണ്. അപ്പൊ ഇതെന്താണ്, ഈ PTR2 ആക്റ്റീവ് ആവില്ല. അങ്ങനെ ഡാംഗ്ലിംഗ് റെഫറൻസ് നമുക്ക് ഒഴിവാക്കാൻ പറ്റും. ഇതിന്റെ കേസിൽ എന്താണ്, രണ്ടും ആക്റ്റീവ് ആണെങ്കിൽ എന്താണ്, ഇവിടെ ആക്റ്റീവ് ആയിരിക്കും, ഇവിടെയും ആ നമ്പർ ഉണ്ടെങ്കിൽ ഇങ്ങനെയുള്ള പോയിന്റ് ഇപ്പോഴും നടന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ടാവും. പക്ഷെ എന്താണ്, ആക്ച്വലി അത് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു പോയി കഴിഞ്ഞാൽ ഒരിക്കലും പിന്നെ നമുക്ക് ആ മെമ്മറി ലൊക്കേഷന് നമുക്ക് വേണ്ട വാല്യൂസ് ഒന്നും ഉണ്ടാവില്ല. അപ്പൊ അത് എന്താണ്, ശരിക്കും ഡാംഗ്ലിംഗ് റെഫറൻസ് ആയിട്ട് വരുമായിരുന്നു. പക്ഷെ ഈ കേസിൽ എന്താണ്, ഇനി അങ്ങനെ സംഭവിക്കില്ല. കാരണം എന്താണ്, ആ കീ കീ അവിടെ ഡിലീറ്റ് ആയി പോകും. ഓട്ടോമാറ്റിക്കലി എന്തായി, ഇങ്ങോട്ടുള്ള കണക്ഷൻ ഇല്ലാത്ത സമയത്ത് എന്ത് സംഭവിക്കും, ആ മറ്റേ കീ എന്ത് ചെയ്യും, നമ്മളെ ഈ ഒരു മെമ്മറി ലൊക്കേഷൻ റിക്ലെയിം ചെയ്ത് കളയുമ്പോൾ നമുക്ക് പിന്നെ PTR2 വെച്ചിട്ട് അതിനെ പോയിന്റ് ചെയ്യാൻ പറ്റില്ല. കാരണം എന്താണ്, ആ ഒരു വാല്യൂവേ അവിടെ ഇല്ലാണ്ടായി മാറും. ഓക്കെ, ഇതാണ് ലോക്സ് ആൻഡ് കീ മെക്കാനിസം. ഇത് രണ്ടും റീക്ലെയിം ചെയ്യുന്ന, അതായത് ഡാംഗ്ലിംഗ് റെഫറൻസ് ക്യാച്ച് ചെയ്യുന്ന ഈ ടോം സ്റ്റോണും ലോക്ക് ആൻഡ് കീയും സിലബസിൽ അങ്ങനെ പറഞ്ഞിട്ടില്ല, നിങ്ങളുടെ ടെക്സ്റ്റിലും കാണൂല. പക്ഷെ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കും എങ്ങനെയാണെന്നുള്ളത് രണ്ട് മെക്കാനിസം.